നമസ്കാരം. 2021 ഓഗസ്റ്റ് മാസത്തിൽ നടന്ന +1 മോഡൽ എക്സാമിൻ്റെ സുവോളജി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ വീഡിയോ ലെസനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, 1 മാർക്കിൻ്റെ 6 ചോദ്യങ്ങളാണ് നമുക്കുണ്ടായിരുന്നത്. ഇതേ പാറ്റേൺ തന്നെയാണല്ലോ പബ്ലിക് എക്സാം, അതുകൊണ്ടാണല്ലോ മോഡൽ പരീക്ഷ എന്ന് പറയുന്നത്. അപ്പം 1 മാർക്കിൻ്റെ 6 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും ശരിയെന്ന് തോന്നുന്ന 3 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. 3 കൂടുതൽ അറ്റൻഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടല്ലോ. കഴിവതും നിങ്ങൾക്കറിയാവുന്ന എല്ലാ ആൻസേഴ്സ്, സുവോളജി എന്നല്ല എല്ലാ വിഷയങ്ങളുടെയും നിങ്ങൾക്കറിയാവുന്ന മാക്സിമം ആൻസേഴ്സ് ആ സമയത്തിനുള്ളിൽ 30 മാർക്കിൻ്റെ പരീക്ഷ ആണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എഴുതിയിരിക്കുക. 60 മാർക്കിൻ്റെ ആണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്കിതാ ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 6. ഈച്ച് ക്യാരീസ് 1 സ്കോർ. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്കാണല്ലോ, അതാണ് ടോട്ടൽ 3 into 1 3. നെയിം ദ ടിഷ്യൂ വിച്ച് ഈസ് സ്പെഷ്യലൈസ്ഡ് ടു സ്റ്റോർ ഫാറ്റ്. അറിയാലോ, ആദ്യത്തെ ചോദ്യം തന്നെ വന്നിരിക്കുന്നത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആനിമൽസ് എന്ന ചാപ്റ്റർ. അതിന് 2 ഭാഗമായിട്ടാണ് ഞാൻ തന്നത്. ആനിമൽ ടിഷ്യൂ, മോർഫോളജി ആൻഡ് അനാട്ടമി ഓഫ് കോക്രോച്ച്. അതിൽ ആനിമൽ ടിഷ്യൂ ആ ഡയഗ്രാംസ് എല്ലാം നോക്കിയിട്ടേ പോകാവൂ. ആനിമൽ ടിഷ്യൂ എന്നുള്ള പോർഷൻ 1 ഷോർട്ട് വീഡിയോ ഉണ്ട്, അറിയാമല്ലോ. ഫസ്റ്റത്തെ 1 ഷോർട്ട് വീഡിയോ ഉള്ളത് ആനിമൽ ടിഷ്യൂൻ്റെ ആണ്, സെയിം ചാനലിൽ നിങ്ങൾക്ക് കാണാം. 2ാമത്തെ 1 ഷോർട്ട് വീഡിയോ ഉള്ളത് മോർഫോളജി ആൻഡ് അനാട്ടമി ഓഫ് കോക്രോച്ച്. അതിൽ ഫോക്കസ് ഏരിയയിൽ വേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയിട്ട് പോവാം. ഓക്കെ, അപ്പം നെയിം ദ ടിഷ്യൂ വിച്ച് ഇസ് സ്പെഷ്യലൈസ്ഡ് ടു സ്റ്റോർ ഫാറ്റ്. ഫാറ്റിനെ, കൊഴുപ്പിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടിഷ്യൂ ഏത്? 103ാമത്തെ പേജിൽ ഏറ്റവും മുകളിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് 2 പടങ്ങൾ. ഒന്ന് എറിയോള ടിഷ്യൂ, പിന്നൊന്ന് അഡിപ്പോസ് ടിഷ്യൂ. അതിൽ അഡിപ്പോസ് ടിഷ്യൂ ആണ് ഫാറ്റ് സ്റ്റോറിങ് ടിഷ്യൂ. അപ്പോൾ ഓർമ്മ ഉണ്ടായിരിക്കണം, ഫാറ്റ് സ്റ്റോറിങ് സെൽസിനെ വിളിക്കുന്ന പേര്. ഫാറ്റ് സ്റ്റോറിങ് സെൽസ് ആർ നോൺ ആസ് എന്താ? അഡിപ്പോസൈറ്റ്സ്. വേറെ സൈറ്റ് വരുന്നത് അനിമൽ ടിഷ്യൂവിൽ ഏതൊക്കെ? കാർട്ടിലേജ് സെൽ, കോൺഡ്രോസൈറ്റ്, ബോൺ സെൽ, ഓസ്റ്റിയോസൈറ്റ്. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. അതിന് അനുബന്ധമായിട്ട് എറിയോള ടിഷ്യൂ നോക്കണം. എറിയോള ടിഷ്യൂവിനകത്തുള്ള 3 സെൽസ് ഡയഗ്രാം സഹിതം നോക്കുക. നമ്മൾ ഇവിടെ നടത്തിയിട്ടുള്ള പരീക്ഷയ്ക്ക് അതിനകത്തുനിന്ന് ഡയഗ്രാം വൈസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ഒരു പടം തന്നു, ഓർക്കുന്നോ? ആദ്യത്തെ പരീക്ഷ ആ പടം തന്നു. നെയിം ദ ടിഷ്യൂ ചോദിച്ചു. പിന്നെ ലേബൽ ദ സെൽസ് എ, ബി ആൻഡ് സി. ഭൂരിഭാഗം ആൾക്കാരും ABC കറക്റ്റ് ആക്കി. ഫിബ്രോബ്ലാസ്റ്റ്, മാക്രോഫേജസ്, മാസ്റ്റർ സെൽ. പക്ഷെ നെയിം ദ ടിഷ്യൂ അതിനായിരുന്നു 3/4 മാർക്ക് ഉണ്ടായിരുന്നത്. എറിയോള ടിഷ്യൂ കയ്യിന്ന് പോയി. അപ്പൊ ക്വസ്റ്റ്യൻസ് വ്യക്തമായിട്ട് വായിച്ചിട്ട് ആൻസർ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ആ ഡയഗ്രാംസ് അതിനകത്തുനിന്ന് എല്ലാ ഡയഗ്രാമും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എറിയോള ടിഷ്യൂ വന്നിട്ടുണ്ട്. അഡിപ്പോസ് ടിഷ്യൂ 103 പേജിൽ താഴേക്ക് വരുമ്പോൾ വേറെ 2 പടം ഉള്ളത് ഡെൻസ് റെഗുലർ ടിഷ്യൂ, ഡെൻസ് ഇറഗുലർ. അപ്പൊ ഡെൻസ് റെഗുലർ നോക്കുക. ടെൻഡൻ, ലിഗമെന്റ് സ്ഥിരം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിക്കുന്നതാണ്. ടെൻഡൻ കണക്സ് മസിൽസ് ടു ബോൺ, വൈൽ ലിഗമെന്റ് കണക്സ് ബോൺസ് ടു ബോൺ ഇൻ എ ജോയിന്റ്. ഡെൻസ് ഇറഗുലർ ടിഷ്യൂ എവിടെ കാണപ്പെടുന്നു എന്നുള്ളത് 103ാമത്തെ പേജിൽ ലാസ്റ്റ് വന്നാൽ കാണാം. പേജ് നമ്പർ സഹിതം പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ടെക്സ്റ്റ് ബുക്ക് കൂടെ അടുത്ത് വെച്ചിട്ട് നോക്കുക. പൗസ് ചെയ്യുക വീഡിയോ. 103 ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഡെൻസ് ഇറഗുലർ ടിഷ്യൂ ഇസ് ലൊക്കേറ്റഡ് ഇൻ സ്കിൻ. ഓക്കെ, 101ാമത്തെ പേജിൽ 4 ഡയഗ്രാംസ് ഉണ്ട്. സിമ്പിൾ സ്കോമസ് എപ്പിത്തീലിയം, സിമ്പിൾ ക്യൂബോഡൽ എപ്പിത്തീലിയം, സിമ്പിൾ കോളംനാർ എപ്പിത്തീലിയം ആൻഡ് ഓൾസോ സിലിയേറ്റഡ് എപ്പിത്തീലിയം. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് അറിയാമല്ലോ ഏത് പാറ്റേൺ ആണെന്നുള്ളത്. ഇത് കാണപ്പെടുന്നത് എവിടെയാ, അതിന്റെ ഫംഗ്ഷൻ എന്താന്നുള്ളതൊക്കെ. ഓക്കെ, കം ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ ഓഡ് വൺ ഔട്ട്. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫ്രം ബയോമോളിക്യൂൾസ്. അറിയാമല്ലോ, ഏകദേശം 6 മാർക്കിന് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് ബയോമോളിക്യൂൾസ്. സെലക്ട് ദ ഓഡ് വൺ ഔട്ട്. ലെക്റ്റിൻ, ആൽക്കലോയിഡ്, അമിനോ ആസിഡ്, ഡ്രഗ്. 146ാമത്തെ പേജും 45ാമത്തെ പേജും 145 പേജിലെ എല്ലാ ഡയഗ്രാംസും നോക്കാൻ പറയാറുണ്ട്. അത് കഴിയുമ്പോൾ ഞാൻ പറയും 146 മറിച്ചാൽ ദർ ഇസ് എ ടേബിൾ. ആ ടേബിളിൽ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. പിഗ്മെന്റ്സ് തുടങ്ങി ആന്തോസയാനിൻ, ഓർമ്മയുണ്ടല്ലോ, കെറോട്ടിൻ, അതുപോലെ ആൽക്കലോയിഡ്സ്, ഡ്രഗ്സ്, എസെൻഷ്യൽ ഓയിൽ,
അപ്പൊ അതിനകത്ത് കോൺകനോവാലിൻ, ലെക്റ്റിൻ. അപ്പൊ കണ്ടോ, ലെക്റ്റിൻ, ആൽക്കലോയിഡ് ഡ്രഗ്സ്, അവര് 3 പേരും എന്താ, ഇവിടെ ജസ്റ്റ് ഓഡ് വൺ ഔട്ടേ ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ മോഡൽ എക്സാമിന് ഓഡ് വൺ ഔട്ട് ഗിവിംഗ് റീസൺ പറയാറുണ്ട്. അത് ചിലപ്പം പരീക്ഷയ്ക്ക് റീസൺ കൂടെ ചോദിച്ചെഴുതണം. ലെക്റ്റിൻ, ആൽക്കലോയിഡ്സ് ആൻഡ് ഡ്രഗ്സ് ആർ എക്സാമ്പിൾസ് ഫോർ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് വൈൽ അമിനോ ആസിഡ് ഈസ് എ പ്രൈമറി മെറ്റബോളൈറ്റ്. അപ്പൊ അവിടെ അത് അറിഞ്ഞിരിക്കണം. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ പ്രൈമറി മെറ്റബോളൈറ്റ് ആൻഡ് എ സെക്കൻഡറി മെറ്റബോളൈറ്റ്. മെറ്റബോളൈറ്റ്സ് 2 ടൈപ്പ് ഉണ്ട്, പ്രൈമറി മെറ്റബോളൈറ്റും സെക്കൻഡറി മെറ്റബോളൈറ്റ്. അറിയാലോ എന്താ പ്രൈമറി മെറ്റബോളൈറ്റും സെക്കൻഡറി മെറ്റബോളൈറ്റും തമ്മിലുള്ള വ്യത്യാസം? ദ മെറ്റബോളൈറ്റ്സ് വിച്ച് ആർ ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ഓർഗാനിസം. ജീവജാലങ്ങളുടെ വളർച്ച, വികാസം, പ്രത്യുൽപാദനം, ഈ കാര്യങ്ങളിൽ നേരിട്ട് ഇൻവോൾവ് ആകുന്നവരെ വിളിക്കുന്ന പേരാണ് പ്രൈമറി മെറ്റബോളൈറ്റ്. നേരിട്ട് ഇൻവോൾവ് അല്ലാത്തവരെ വിളിച്ച പേരാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്. അപ്പൊ തന്നിരിക്കുന്നതിൽ ലെക്റ്റിൻ സെക്കൻഡറി ആണ്, ആൽക്കലോയിഡ് സെക്കൻഡറി ആണ്, ഡ്രഗ്സ് സെക്കൻഡറി മെറ്റബോളൈറ്റ് ആണ്, അമിനോ ആസിഡ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ പ്രൈമറി മെറ്റബോളൈറ്റ്. Then third question, which blood group is known as universal recipient? സ്പെല്ലിംഗ് ഒക്കെ ചെറിയ തെറ്റുണ്ട് കണ്ടോ. which blood group is known as universal recipient എന്നേ ആകാവൂ. ഏതാ? എ ബി ഗ്രൂപ്പ്. എ ബി ഗ്രൂപ്പ് ആണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. അപ്പൊ അവിടെ ഓർക്കേണ്ട കാര്യം, ഡ്യൂറിങ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്ന സമയത്ത് the reaction takes place between donors antigen, കൊടുക്കുന്ന ആളുടെ ദാതാവിന്റെ ആന്റിജനും അതേപോലെ റിസപ്പിയൻസിന്റെ സ്വീകർത്താവിന്റെ ആന്റിബോഡിയും തമ്മിലാണ്. മനസ്സിലായോ? നമുക്കറിയാം എ ബി ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താ? എ ബി ഗ്രൂപ്പിനകത്ത് എന്തുണ്ട്? ആന്റിജൻ എയും ഉണ്ട്, ബിയും ഉണ്ട്, ആന്റിബോഡി നില്ലാണ്. ഇനി ഒ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒ ഗ്രൂപ്പിനകത്ത് ആന്റിജൻ 2ഉം ഇല്ല, ആന്റിബോഡി 2ഉം ഉണ്ട്. അപ്പൊ ഓർക്കേണ്ട കാര്യം ഇതാ, ഇത് മറക്കണ്ട. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ സമയത്ത് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ഡോണേഴ്സ് ആന്റിജൻ ആൻഡ് റിസപ്പിയൻസ് ആന്റിബോഡി. സിൻസ് O group has no antigen in their blood, they can donate blood to all other group. So O group is known as, അതുകൊണ്ട് O ഗ്രൂപ്പിനെ വിളിച്ച പേരാണ് യൂണിവേഴ്സൽ ഡോണർ. മനസ്സിലായോ? ഇനി എ ബിയുടെ കാര്യം എടുത്താലോ, എ ബി ഗ്രൂപ്പ് ഹാസ് no antibody in their blood. So AB group can receive blood from all other group. So AB group is called universal recipient. അങ്ങനെ AB ഗ്രൂപ്പിനെ എന്തുകൊണ്ട് വിളിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു. ഓക്കെ, അടുത്തത് 4ാമത്തെ ചോദ്യം. എക്സ്പാൻഡ് ദ ഫോളോയിങ് ടേംസ്. TB, tidal volume, RV, residual volume. അപ്പൊ ആ വോളിയം എല്ലാം ഓർത്തിരിക്കുക. അതായത് റെസ്പിറേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. റെസ്പിറേറ്ററി വോളിയം, the volume of air breathed in and out during a normal respiration is called tidal volume, TV. It is 500 ml. രണ്ടും തന്നുണ്ട്. ടൈഡൽ വോളിയം പെർ മിനിറ്റോ 6000 to 8000 ml. വൈ? ഒരു റെസ്പിറേഷനിൽ 500. നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് നോർമൽ ആയിട്ട് എത്രയാണ് മക്കളെ? 12 to 16 റെസ്പിറേഷൻ ആണ് പെർ മിനിറ്റ്. ഉണ്ടോ? പെർ മിനിറ്റ്. അപ്പൊ എന്ത് പറ്റും? 12 into 500 6000, 16 into 500 8000. So 6000 to 8000 is the TB per minute. ഇനി നമ്മൾ ആഞ്ഞ് ശ്വാസം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്യൂറിങ് ലേബേർഡ് റെസ്പിറേഷൻ അഡീഷണൽ ക്വാണ്ടിറ്റി ഓഫ് എയർ എൻ്റർ അവർ ലങ്സ്, അതിനെ വിളിക്കുന്ന പേരാണ് IRV അഥവാ ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. അത് എത്രയാ കുഞ്ഞുങ്ങളെ? 2500 to 3000 ml ആണ്. ഇനി ആഞ്ഞ് ശ്വാസം വിടുമ്പോൾ അഡീഷണൽ ക്വാണ്ടിറ്റി എയർ ലങ്സിനകത്തുനിന്ന് വെളിയിലേക്ക് പോകും. മനസ്സിലായല്ലോ? ആ പോകുന്ന അഡീഷണൽ എമൗണ്ടിന്റെ പേരാണ് ERV. അതാണ് എക്സ്പിരേറ്ററി റിസർവ് വോളിയം. അത് 1100 മുതൽ 1000 മുതൽ 1100 ml വരെയാണ്. 1000 to 1100 ml ERV. ഓക്കെ, എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നു. ഇനി വാട്ട് ഈസ് റെസിഡുവൽ വോളിയം? RV, the volume of air remain inside the lungs even after a maximum powerful expiration is called residual volume. Residual volume RV എത്രയാണ് മക്കളെ? 1100 to 1200 ml. മാറിപ്പോവരുത്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ ERVയും RVയും തമ്മിൽ. ഇത് മാച്ച് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഏതൊക്കെയാ? TB, IRV,
ERV ആൻഡ് RV. അതിന്റെ ഡെഫിനിഷൻ A to B കോളം മാച്ച് ചെയ്യാനും സിയിൽ ഈ തന്നിരിക്കുന്ന വോളിയം മാച്ച് ചെയ്യാനും ചോദിക്കും. അപ്പൊ അത് തെറ്റാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് വൺ ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ദ സ്ട്രക്ചർ ഓഫ് ഐ? കണ്ണിന്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് വരാത്തത് ഏത്? കോർണിയ. കോർണിയ എന്താ? കണ്ണിന്റെ ഔട്ടർ മോസ്റ്റ് ലെയറിന്റെ പേര് എന്തായിരുന്നു? സ്ക്ലീറ. മിഡിൽ ലെയറിന്റെ പേര് കോറോയിഡ്. ഇന്നർ മോസ്റ്റ് ലെയർ ആണ് റെറ്റിന. അതിനകത്ത് സ്ക്ലീറ ഒപ്പേക്ക് ആണ് എക്സെപ്റ്റ് ദ ഫ്രണ്ട് റീജിയൻ. ആ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഫ്രണ്ട് റീജിയന്റെ പേരാണ് കോർണിയ. അതിനകത്ത് ബ്ലഡ് വെസൽസ് ആബ്സെന്റ് ആണ്. അതുകൊണ്ടാണ് കോർണിയ ട്രാൻസ്പ്ലാന്റേഷന് നമ്മൾ ഈ ബ്ലഡ് ഗ്രൂപ്പിങ്ങോ മാച്ചിങ്ങോ നോക്കേണ്ട കാര്യമില്ല. അറിയാലോ, രണ്ടാമത്തെ ലെയർ ലൈറ്റ്സ് കോറോയിഡ് ലെയർ പിഗ്മെന്റേഷൻ ഉള്ള ലെയർ ആണ്. രക്തപടലം എന്ന് പറയും. ബ്ലഡ് സപ്ലൈ ഉള്ള ലെയർ ആണ് കോറോയിഡ് എന്ന് പറയുന്നത്. ഐറിസ് എന്ന് പറയുന്നത് കോറോയിഡിന്റെ ഫ്രണ്ടിൽ ഉണ്ടാവുന്ന ആ കർട്ടൺ ലൈക്ക് പോർഷന്റെ പേരാണ് ഐറിസ്. മനസ്സിലായല്ലോ? കോക്ലിയ ഈസ് സംതിങ് റിലേറ്റഡ് ടു ഇയർ. ചെവിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളാണ് കോക്ലിയ. സോ കോക്ലിയ ഈസ് ദ ഓഡ് വൺ. ഓക്കെ, ദെൻ ഒബ്സർവ് ദ റിലേഷൻഷിപ്പ്. കോക്ലിയ ഈസ് ദ ട്രൂ പാർട്ട് ഓഫ് ഇയറിംഗ്. കോക്ലിയക്കകത്തുള്ള ഒരു പാർട്ട് ഉണ്ടല്ലോ, ഏതായിരുന്നു? കോക്ലിയക്കകത്തുള്ള ഓർഗൻ ഓഫ് കോർട്ടൈ. അതാണ് ശരിക്കും ഇയറിംഗിന് സഹായിക്കുന്നത്. ഇനി ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ടു ടേംസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ശീലം പഠിപ്പിക്കുക നമ്മൾ കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ്. ഏറ്റവും കൂടുതൽ ശീലത്തിൽ നിന്ന് ചോദ്യം വന്നിട്ടുള്ളത് സ്യൂഡോ സീലമേറ്റ് ആരാന്നുള്ളതാണ്. സെയിം ക്വസ്റ്റ്യൻ ആവർത്തിച്ചിരിക്കുന്നു. അസീലമേറ്റ്, ഫൈലം പ്ലാറ്റിയൽമിന്തസ്. സ്യൂഡോ സീലമേറ്റ് ആരാ കുഞ്ഞുങ്ങളെ? ആഷൽമിന്തസ് അഥവാ നിമാറ്റൽമിന്തസ് അഥവാ റൗണ്ട് വേംസ് എന്നെഴുതിയാലും മാർക്ക് കിട്ടും. ഇനി അതും കിട്ടിയില്ല, ഫൈലത്തിന്റെ പേരാണ് ഇപ്പൊ നിങ്ങൾക്ക് അസ്കാരിസ് എന്നാണ് എഴുതാൻ തോന്നിയെങ്കിലും മാർക്ക് കിട്ടാതിരിക്കില്ല. പക്ഷെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഇവിടെ ഫൈലം പ്ലാറ്റിയൽമിന്തസ് ചോദിച്ചു. ഹിയർ യു ക്യാൻ റൈറ്റ് എയ്തർ ഫൈലം നിമാറ്റൽമിന്തസ് ഓർ ആഷൽമിന്തസ്. അതേപോലെ നിഡോബ്ലാസ്റ്റ്, നിഡേറിയയുടെ ക്യാരക്ടറാണ് നിഡോബ്ലാസ്റ്റ്. റാഡുല ഈസ് ദ ക്യാരക്ടർ ഓഫ് മൊളസ്ക. റാഡുല ഈസ് എ ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ സീൻ ഇൻ മൊളസ്ക. മൊളസ്കയ്ക്കകത്ത് കാണുന്ന ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗന്റെ പേരാണ് റാഡുല. അത്രയാണ് മക്കളെ 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഇനി 2 മാർക്സ് ക്വസ്റ്റ്യൻ. ആൻസർ എനി 9 questions from 7 to 24. Each carries 2 scores. Okay. Distinguish between diffeodont and thecodont dentition. Dentition എന്താണെന്നുള്ളത് ആദ്യം ഓർമ്മ ഉണ്ടായിരിക്കുക. ഡെന്റീഷനും ഡെന്റൽ ഫോർമുലയും ഡൈജഷനകത്ത് വരുന്നുണ്ട്. ഡൈജഷൻ ഇൻസൈഡ് ബക്കൽ ക്യാവിറ്റി. അതായത് ബക്കൽ ക്യാവിറ്റിയിൽ കെമിക്കൽ ഡൈജഷൻ ഉണ്ട്, മെക്കാനിക്കൽ ഡൈജഷൻ ഉണ്ട്. കെമിക്കൽ ഡൈജഷൻ ബൈ ദ ഹെൽപ്പ് ഓഫ് salivary gland which secretes saliva. Saliva act ചെയ്യുന്ന pH 6.8. It is almost neutral. 30% digestion of starch takes place inside the buccal cavity. ബാക്കി 70% നടക്കുന്നത് പാങ്ക്രിയാറ്റിക് അമൈലേസിന്റെ ആക്ഷൻ വഴിയാണ്. ഓർമ്മയുണ്ടല്ലോ? അപ്പോൾ 6.8 pH എന്ത് സംഭവിക്കും? സലൈവറി അമൈലേസ് അഥവാ ടൈലിൻ എന്ന് പറയുന്ന ആള് ആരെ? സ്റ്റാർച്ചിനെ എന്താക്കി? മാൾട്ടോസ് ആക്കി മാറ്റി. ഓർമ്മയുണ്ടല്ലോ? ഇതേ ആക്ഷൻ തന്നെയാണ് പാങ്ക്രിയാറ്റിക് അമൈലേസും നിർവഹിക്കുന്നത്. ഇനി മെക്കാനിക്കൽ ഡൈജഷൻ ഈസ് ബൈ എ പ്രോസസ് കോൾഡ് ചേണിങ്. ചവച്ചരയ്ക്കുക. മെക്കാനിക്കൽ ഡൈജഷൻ ബൈ എ പ്രോസസ് കോൾഡ് ച്യൂവിങ്. ചവച്ചരയ്ക്കുക ഓർ നോൺ ആസ് മാസ്റ്റിക്കേഷൻ. എടല്ലോ, ചേണിങ് എവിടെ വരുന്നതാ മക്കളെ? ചേണിങ് otherwise called trituration. It is the mechanical digestion inside സ്റ്റൊമക്കിനകത്തുള്ള മെക്കാനിക്കൽ ഡൈജഷൻ. ഈസോഫാഗസിനകത്തും ഇൻഡസ്ട്രൈനകത്തും കാണുന്നത് ഏതാ? പെരിസ്റ്റോൾസിസ്. ഇൻഡസ്ട്രൈനിൽ അഡീഷണൽ ആയിട്ട് പെൻഡുലാർ മൂവ്മെന്റും കൂടെ ഉണ്ട്. ചൂയിങ് ഓർ നോൺ ആസ് മാസ്റ്റിക്കേഷൻ. അറിയാമല്ലോ? അപ്പം അവിടെ ചൂയിങ് നടത്തുന്നത് ആരുടെ സഹായത്താലാണ്? പല്ലുകളുടെ സഹായത്താലാണ്. അപ്പൊ പല്ലിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ദ മോഡ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ടീത്ത്. അതിനെ വിളിച്ച പേരാണ് എന്ത്? ഡെന്റീഷൻ. നമ്മുടെ ഡെന്റീഷനെ 3 തരം തിരിച്ചു. ഡിഫിയോഡോണ്ട്, തീക്കോഡോണ്ട് ആൻഡ് 1 more. ക്വസ്റ്റിനകത്ത് ചോദിക്കാത്തൊരു സാധനം എറ്ററോഡോണ്ട്. Why it is called diffeodont dentition? We have 2 sets of teeth in our lifespan, namely milk teeth as well as permanent teeth. Why it is called heterodont? Because we have 4 different types of teeth. ഏതൊക്കെയാ 4 വ്യത്യസ്ത തരം പല്ല് നമുക്കുള്ളത്? ഏതൊക്കെയാണ് മക്കളെ? ഒന്ന് ഇൻസിസേഴ്സ്, പിന്നുള്ളത് കാനൈൻസ്, പിന്നുള്ളത് പ്രീമോളാസ് ആൻഡ് ലാസ്റ്റ് വൺ മൊളാസ്. അങ്ങനെ 4 തരം പല്ലുള്ളത് കൊണ്ടാണ് our dentition is called heterodont. Why it is called thecodont? Because our teeth are
അറേഞ്ച്ഡ് ഇൻ ജോ സോക്കറ്റ്സ്. ജോ ബോണുകളുടെ സോക്കറ്റ്സിലായിട്ടാണ് ടീത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് തീക്കോഡോൺ ഡെന്റിഷൻ. ഡെന്റൽ ഫോർമുല എന്താ? ദ നമ്പർ ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് ടീത്ത് ഈസ് റെപ്രസെന്റഡ് യൂസിംഗ് എ ഫോർമുല ഈസ് കോൾഡ് ഡെന്റൽ ഫോർമുല. ഇറ്റ് ഈസ് എ ഫ്രാക്ഷൻ. പെർമനന്റ് ടീത്തിന്റെ ഡെന്റൽ ഫോർമുല എങ്ങനെ നമ്മൾ എഴുതുക? I 2/2, C 1/1, PM premolars 2/2, molars 3/3. മനസ്സിലായല്ലോ? അപ്പൊ എത്ര കിട്ടി? ടോട്ടൽ 8/8. ഇത് പകുതി എണ്ണം പല്ലുകളായി ഇൻറ്റു 16 ഇൻറ്റു 2 ഈക്വൽസ് 16/16. താഴെ 16, മോളി 16, ടോട്ടൽ 32 പല്ല്. ഇപ്പൊ ഡെന്റൽ ഫോർമുല പറഞ്ഞ് ഡെന്റീഷ്യൻ പറഞ്ഞപ്പോൾ നമ്മൾ ഡെന്റൽ ഫോർമുലയും പറഞ്ഞു, എല്ലാം കവർ ചെയ്തു. ടങ് അറിയാമല്ലോ, മെക്കാനിക്കൽ ഡൈജഷന് സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് ടു swallow the food by a process called deglutition. ഫുഡിനെ ഉരുളയാക്കുന്നതാണ് ബോളസ് എന്ന് പറയും. ടങ് ഈസ് അറ്റാച്ച്ഡ് ടു ഫ്ലോർ ഓഫ് ബക്കൽ ക്യാവിറ്റി ബൈ എ മസ്കുലർ സ്ട്രക്ചർ കോൾഡ് ഫ്രെണുലം. മറക്കരുത്, നാക്കിന്റെ അറ്റാച്ച്മെന്റിനെ സഹായിക്കുന്ന സ്ട്രക്ചറിന്റെ പേരാണ് ഫ്രെണുലം. ഇനി മാച്ച് ദ ഫോളോയിങ്. ആനിമൽ കിങ്ഡം ക്വസ്റ്റ്യൻ ആണ്. റെപ്റ്റീലിയ എക്സാമ്പിൾ ഓർമ്മ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. റെപ്റ്റീലിയ തന്നിരിക്കുന്നതിൽ റെപ്റ്റൈൽ എന്ന് പറയുമ്പോൾ അലിഗേറ്റർ ആകാം, ക്രോക്കഡൈൽ ആകാം, സ്നേക്ക് ആകാം, ലിസാർഡ് ആകാം, ടർട്ടിൽ ആകാം, ടോർട്ടിസ് ആകാം. തന്നിരിക്കുന്നതിൽ അലിഗേറ്റർ. പിന്നെ ഏവ്സ് നോക്കിയ കോർവൂസ് കാക്ക, കോർവൂസ് വരാം. സിറ്റാക്കുല തത്തയാകാം. കൊളംബ ലിവിയ ആരാ? കൊളംബ. ഡോഫ് ഓർ പീജിയം. അതേപോലെ തന്നെ വേറെ ഏതാ എക്സാമ്പിൾ ഉള്ളത്? ഫ്ലൈയിങ് ബേർഡ്സ്. പാവോ ഏതാ നാഷണൽ ബേർഡ്? പാവോ ക്രിസ്റ്റേറ്റസ്, പീ ഫൗൾ അറിയാമല്ലോ. പിന്നെ ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ് തന്നിട്ടുണ്ട്. ആരൊക്കെ? ഒട്ടകപ്പക്ഷി, ഓസ്ട്രിച്ച് വരുന്നുണ്ട്, കിവി വരുന്നുണ്ട്, പെൻഗ്വിൻ വരുന്നുണ്ട്. അതൊക്കെ ബേർഡ്സ്. അപ്പൊ തന്നിരിക്കുന്നതിൽ മാച്ച് ചെയ്യുന്ന കോർവൂസ്, ഏവ്സ്, കോർവൂസ്. മാമേലിയ ടിറോപ്പസ് ആണ് ഫ്ലൈയിങ് ഫോക്സ്. മറക്കണ്ട, ടിറോപ്പസ് അതർവൈസ് നോൺ ആസ് ഫ്ലൈയിങ് ഫോക്സ്. ടിറോപ്പസ് ഇതാണ് ഫ്ലൈയിങ് ഫോക്സ്. ഒവാൽ. പിന്നെ ആംഫീബിയ മാച്ച് ചെയ്യുന്നത് സലമാൻഡ്ര. റാണ എക്സാഡക്റ്റൈല വരാം, സലമാൻഡ്ര വരാം, ഇക്തിയോഫിസ് വരാം. ഇക്തിയോഫിസ് ആണ് ബ്ലൈൻഡ് വേർബ്, പാമ്പിനെ പോലെ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് സ്ഥിരം നമ്മൾ ഇട്ട പരീക്ഷയിലൊക്കെ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കോൺട്രിക്റ്റിസ് ആൻഡ് ഓസ്ട്രിക്റ്റിസ് വിത്ത് ആൻ എക്സാമ്പിൾ ഫോർ ഈച്ച്. കോഡേറ്റർ എന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുന്നത് ഒന്നല്ലെങ്കിൽ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ്, അല്ലെങ്കിൽ അക്വാട്ടിക് അഡാപ്റ്റേഷൻ ഓഫ് ഫിഷസ്, അല്ലെങ്കിൽ കോൺട്രിക്റ്റിസ് ഓസ്ട്രിക്റ്റിസ് ഡിഫറൻസ്. വി നോ ദാറ്റ് ദ സൂപ്പർ ക്ലാസ് പിസസ്. അതിന് മുമ്പേക്ക് വന്നാൽ പേജ് നമ്പർ 56 എടുക്കുക. അറിയാമല്ലോ, വെർട്ടിബ്രേറ്റയുടെ ക്ലാസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. ഏനാദ ആൻഡ് നാദോസ്റ്റൊമാറ്റ. ഏനാദയാണ് സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ജോലസ് വെർട്ടിബ്രേറ്റ്സ്. ഫോക്കസ് ഏരിയ ഇല്ല, എന്നാലും ജസ്റ്റ് നോക്ക്. ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ എന്ന് 15 മാർക്കിന്റെ ചോദ്യം വരാം. അറിയാമല്ലോ. അപ്പം അതിനകത്ത് ഏനാദ, ജോലസ് വെർട്ടിബ്രേറ്റ്, സൈക്ലോസ്റ്റൊമാറ്റ സർക്കുലർ മൗത്ത് ഉള്ള ജീവികൾ, പെട്രോമൈസൺ ഓർ ലാംബ്രേ, മൈസിൻ ഓർ ആക്ഫിഷ്. എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. ഓക്കെ, നാദോസ്റ്റൊമാറ്റ അതാണ് ജോഡ് വെർട്ടിബ്രേറ്റ്സ്. അവരെ 2 സൂപ്പർ ക്ലാസ് ആക്കി. സൂപ്പർ ക്ലാസ് പിസസ് ആൻഡ് സൂപ്പർ ക്ലാസ് ടെട്രാപോഡ. പിസസിനെ നമ്മൾ 2 ക്ലാസ് ആക്കി, കോൺട്രിക്റ്റിസ്, ഓസ്ട്രിക്റ്റിസ്. ടെട്രാപോഡനെ 4 ക്ലാസ് ആക്കി, ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ് ആൻഡ് മെമേലിയ. അപ്പൊ അതിൽ ഓർക്കേണ്ട കാര്യം, പിസസ് അക്വാട്ടിക് വെർട്ടിബ്രേറ്റ്സ് ആണ്. പിസസ് അവർ പോയ്ക്ലോതേംസ് ആണ്. ദേ ആർ അഡാപ്റ്റഡ് ടു ലിവ് ഇൻ വാട്ടർ. പിന്നെ അതേപോലെ തന്നെ അവർക്ക് വേറെ പ്രത്യേകത ഉള്ളത് 2 ചേമ്പേർഡ് ആർട്ട് ആണ്. അത് ആർട്ടിൽ നമ്മൾ പഠിച്ചു. അവിടെ സിംഗിൾ സർക്കുലേഷൻ ആണ്. ബിക്കോസ് ഫിഷ് ആർട്ട് ഈസ് നോൺ ആസ് വീനസ് ആർട്ട്. ഇറ്റ് ഡീൽസ് വിത്ത് പ്യൂർ ബ്ലഡ്, അല്ല ഇംപ്യൂർ ബ്ലഡ് ഓൺലി. സോ ഇറ്റ് ഈസ് കോൾഡ് വീനസ് ആർട്ട്. ഇറ്റ് ഹാസ് 2 ചേമ്പേഴ്സ്, namely upper one auricle and lower one ventricle. അതൊക്കെ ഫിഷുമായിട്ട് ബന്ധപ്പെട്ടു. കോൺട്രിക്റ്റിസ്, ഓസ്ട്രിക്റ്റിസ്. കോൺട്രോ വാക്കിനർത്ഥം കാർട്ടിലേജ്. ഓസ്റ്റിയോ എന്ന് വെച്ചാൽ ബോൺ. ഇക്തിസ് എന്ന് വെച്ചാൽ മത്സ്യങ്ങൾ. അപ്പൊ മാറിപ്പോകരുത്. ചിലർ ഇതൊക്കെ എഴുതും, പക്ഷെ ടൈറ്റിൽ കൊടുത്ത് തിരിഞ്ഞുപോയി. കോൺട്രിക്റ്റിസ് എഴുതേണ്ടടുത്ത് ഓസ്ട്രിക്റ്റിസും തിരിച്ചു ആകാം. അപ്പൊ മാർക്ക് അരമാർക്ക് പോലും കിട്ടൂല. കാര്യം ക്യാരക്ടർ മൊത്തം തിരിഞ്ഞു. കോൺട്രിക്റ്റിസ്, കോൺട്രോ എന്ന് വെച്ചാൽ കാർട്ടിലേജ്, കാർട്ടിലേജിനസ് ഫിഷസ്. മറ്റത് ബോണി ഫിഷസ്. കേട്ടല്ലോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പറയാം, ഇവിടെ കാർട്ടിലേജിനസ് എൻഡോസ്കെൽട്ടൺ, ഇവിടെ ബോണി. These are exclusively marine. These are both marine as well as fresh water. ഇവിടെ ഓപ്പർക്കുലം അഥവാ ഗിൽ കവർ, ചെകിള ഇല്ല, ഓപ്പൺ ആണ്. ഇവിടെ ചെകിള കാണപ്പെടുന്നുണ്ട്. ഇവിടുത്തെ സ്കെയിൽസ് പരപരപ്പുള്ള സ്കെയിൽസ് ആണ്.
സ്പൈനസ് നേച്ചറുള്ള സ്കെയിലാണ്. ഇറ്റ് ഈസ് കോൾഡ് പ്ലക്കോയിഡ് സ്കെയിൽ. ഇവിടെ സൈക്ലോയിഡ് ഓർ ടിനോയിഡ് സ്കെയിൽ. ഇനിയും പറയാം, ഇവിടെ മൗത്ത് വെൻട്രൽ ആണ്. ഇവിടെ ഡോസൽ എഴുതരുത്, മൗത്ത് ഈസ് ടെർമിനൽ. ഇവിടെ എറ്ററോസർക്കൽ ടെയിൽ ഫിൻ ആണ്. വാലിന്റെ ലോബുകൾ രണ്ട് വലുപ്പമാണ്. ഇത് ഹോമോസർക്കൽ ടെയിൽ ഫിൻ, ഒരേ വലുപ്പമാണ്. കുറെ ഡിഫറൻസ് പറയാം. പിന്നെ ഇവരും പോറിഫറയും കാണപ്പെടുന്നത് വെള്ളത്തിലാണെങ്കിലും ഫെർലൈസേഷൻ ഇന്റേണൽ ആണ്, ഇവർക്ക് എക്സ്റ്റേണൽ. പിന്നെ എക്സ്ക്രീഷൻ പഠിച്ചുകൊണ്ട് നമുക്കറിയാം ഇവര് നമ്മളെ പോലെ, മനുഷ്യരെ പോലെ, മാമൽസിനെ പോലെ യൂറിയോടെലിക് ആണ്, ഇവര് അമോണോടെലിക് ആണ്. ഇവർക്ക് റീപ്രൊഡക്ഷൻ നടത്താൻ മെയിൽസ് ആവും ക്ലാസ്പേഴ്സ് ഓൺ ദയർ പെൽവിക് ഫിൻ ബേസ് ക്ലാസ്പേഴ്സ്. ഇവിടെ അത് ആബ്സെന്റ് ആണ്. പിന്നെ ഇവർക്ക് എയർ ബ്ലാഡർ അഥവാ സ്വിം ബ്ലാഡർ ആബ്സെന്റ് ആണ്, ഇവിടെ പ്രസന്റ് ആണ്. മോഡൽ എക്സാം അല്ലാതെ നമ്മൾ നടത്തിയ ഒരു മോഡൽ എക്സാം ഉണ്ട്, ഓർക്കുന്നല്ലോ, സ്കൂളായിട്ട് നടത്തിയ ഒരു മോഡൽ എക്സാം. അതിനകത്ത് നമ്മൾ കണ്ടു എയർ ബ്ലാഡർ ഈസ് പ്രസന്റ്, നേരെ എഴുതി വെച്ചിട്ടുണ്ട് ബേർഡ്സ്. കുറെ പേര് 10-12 പേരുടെ പേപ്പറിൽ അതാ കിടക്കണം. എയർ ബ്ലാഡർ ഉള്ളത് ബേർഡ്സിനല്ല, ബേർഡ്സിന് അഡീഷണൽ എയർ സാക്സ് അസോസിയേറ്റഡ് വിത്ത് ലങ്സ്, അത് ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ. എയർ ബ്ലാഡർ ആർക്കാ ഉള്ളതെന്ന് ചോദിച്ചാൽ ഫിഷസിന് എഴുതിയാലും മാർക്ക് കിട്ടൂല. യു ഹാവ് ടു സ്പെസിഫൈ ഇറ്റ് ആസ് ഓസ്റ്റിക്റ്റിസ്. ഇതിനെ ബേസ് ചെയ്ത ഒരു ചോദ്യമുണ്ട്. ഷാർക്സ് ഹാവ് ടു സ്വിം കോൺസ്റ്റന്റ്ലി ഇൻ വാട്ടർ. വാട്ട്സ് ദ റോൾ ഓഫ് എയർ ബ്ലാഡർ? എയർ ബ്ലാഡർ ഈസ് ബോയൻസി റെഗുലേറ്റർ. അപ്പൊ ഇവർക്ക് ബോയൻസി റെഗുലേറ്റ് ചെയ്യാൻ എന്തില്ല? എയർ ബ്ലാഡർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡിസ്കവറി നാഷണൽ ജിയോഗ്രഫിക് ആനിമൽ പ്ലാനറ്റിനകത്തൊക്കെ കാണുന്ന ഷാർക്ക് എവിടെയും സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുന്നത് കണ്ടില്ല, അതിങ്ങനെ കോൺസ്റ്റന്റ്ലി സ്വിം ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ ആണ്? യെസ്. അപ്പൊ ഇതിന്റെ അക്വാട്ടിക് അഡാപ്റ്റേഷനും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അതിന്റെ കൂടെ സ്ട്രീം ലൈൻഡ് ബോഡിയാണ്, സ്ലൈമി സ്കിൻ എൽസ് ഇൻ ക്വിക്ക് മൂവ്മെന്റ്, fins and tail else in swimming, lungs else, gills else to respire, oxygen dissolved in water, air bladder else to maintain buoyancy. മാക്സിമം 3 പോയിന്റ്സ് ചോദിക്കൂ. ക്ലിയർ? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ടീച്ചറിനകത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഇത് കണ്ടാലുള്ള പ്രയോജനം ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തുള്ള എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. ചിലപ്പോൾ 1 hour കൂടിയാലും അത് ഫുള്ള് കാണുക കേട്ടോ. 10. The peculiar features of different phyla are given below. Identify the phyla A, B, C and D. Half mark each. Okay. A. Presence of ostia. ഞാൻ പഠിപ്പിക്കുമ്പോഴേ പണ്ടത്തെ പാറ്റേണിൽ റൈറ്റ് എനി 10 ജനറൽ ക്യാരക്ടേഴ്സ് ഓഫ് ഫൈലം ആർത്രോപോഡ. ഒരു ക്യാരക്ടറിന് 1/2 മാർക്ക് വീതം 10 ക്യാരക്ടർ എഴുതും 5 മാർക്ക് കിട്ടും. ആ പാറ്റേൺ മാറി. റിവേഴ്സ് ക്വസ്റ്റ്യൻസ്. ക്യാരക്ടർ തന്നിട്ട് ഫൈലത്തിന്റെ പേര് ചോദിക്കും. എക്സാമ്പിളൂടെ ഉള്ളപ്പം ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട് 3 എണ്ണം, ഇത് 4 എണ്ണം. ജസ്റ്റ് ഫൈലത്തിന്റെ പേര് എഴുതിയാൽ മതി. കണ്ടോ? ഓസ്റ്റിയാന്നോ, ഓസ്കുലം, കോയനോസൈറ്റ്, വാട്ടർ കനാൽ സിസ്റ്റം. യു ഹാവ് ടു സ്പെസിഫൈ. വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എക്കനോഡെർമാറ്റ. വാട്ടർ കനാൽ സിസ്റ്റം ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് സ്പോഞ്ചസ് ഓർ പോറിഫറ. മാറിപ്പോവരുത്. എക്കനോഡെർമാറ്റയിൽ വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഓർ അംബിലാക്രൽ സിസ്റ്റം. Adult echinoderms are radially symmetric, larva bilateral symmetric. പിന്നെ അതേപോലെ സ്പിക്യൂൾസ്. ഇത് മാത്രമല്ല, പിന്നെ വേറെ എന്തൊക്കെ സ്പിക്യൂൾസ് എന്ന് കണ്ടാൽ, അതേപോലെ സ്പോഞ്ചിൻ ഫൈബേഴ്സ് എന്ന് കണ്ടാൽ, കണ്ടോ? വാട്ടർ കനാൽ സിസ്റ്റം എന്ന് കണ്ടാൽ, അതേപോലെ സ്പോഞ്ചോസീൽ എന്ന് കണ്ടാൽ, എല്ലാം ആരാ? ഫൈലം പോറിഫറയാണ്. ഓൾ ദീസ് ബിലോങ്സ് ടു ഫൈലം പോറിഫറ. ഇനി പ്രസൻസ് ഓഫ് സിലിയേറ്റഡ് കോംബ് പ്ലേറ്റ്സ് ആൻഡ് എക്സിബിറ്റ്സ് ബയോലൂമിനിസൻസ്. തിരിഞ്ഞു നോക്കണ്ട, കോംബ് പ്ലേറ്റ്സ് ഉള്ളത് കൊണ്ട് അവർക്ക് വന്ന പേരാണ് ടിനോഫോറ. ടിനോസ് വാക്കിനർത്ഥം എന്താ? ടിനോസ് കോംബ്. ഫെറൈൻ എന്ന് വെച്ചാൽ ഓർ ഫെറ എന്ന് വെച്ചാൽ ബെയറിംഗ്. ശരീരത്തിൽ 8 സിലിയേറ്റഡ് കോംബ് പ്ലേറ്റ്സ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് ടിനോഫോറ പേര് വന്നത്. ദേ എക്സിബിറ്റ് ബയോലൂമിനിസൻസ്. മോഡലിന് ചോദിച്ചതാ മെറ്റാജെൻസിസും ബയോലൂമിനിസൻസും എന്താന്നുള്ളത്. നമ്മുടെ മോഡൽ മെറ്റാജെൻസിസ് എന്തായിരുന്നു? ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. എ പോളിപ്പ് ഓൾട്ടർനേറ്റ്സ് വിത്ത് എ മെഡൂസ ആൻഡ് വൈസ് വേഴ്സ. ഒബീലിയ കോളനി. ബയോലൂമിനിസൻസ് എന്ന് വെച്ചാൽ എബിലിറ്റി ഓഫ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ്. ഇനി അടുത്തത് ബോഡി ഷോ മെറ്റാമറിക് സെഗ്മെന്റേഷൻ. സെഗ്മെന്റേഷൻ എന്ന് കേട്ട ഓർത്തിരിക്കുക. മെറ്റാമറിസം ആണ് ബോഡി സെഗ്മെന്റേഷൻ. ഇറ്റ് ഈസ് സീൻ ഇൻ അനലിഡ്സ്, ആർത്രോപോഡ്സ് ആൻഡ് സം കോഡേറ്റ്സ്. അപ്പോൾ സെഗ്മെന്റേഷൻ. നെഫ്രീഡിയം ഈസ് ദ എക്സ്ക്രീറ്ററി ഓർഗൻ. തിരിഞ്ഞു നോക്കണ്ട. ഇനി അങ്ങനല്ല, ബോഡി സെഗ്മെന്റേഷൻ ഉണ്ട്. മാൽപീജിയൻ ട്യൂബ്യൂൾ ആർ ദ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് ചോദിച്ചാൽ യു ഹാവ് ടു റൈറ്റ് ആർത്രോപോഡ. അല്ലെങ്കിൽ ജോയിന്റഡ് അപ്പൻഡേജ് ഉള്ളവരാന്ന് ചോദിച്ചാൽ ആർത്രോപോഡ. ഇവിടെ ഫൈലം ആനലിഡ. ഓക്കെ. ദെൻ ബോഡി വിത്ത് കൈറ്റിനസ് എക്സോസ്കെൽട്ടൺ. കണ്ട? കൈറ്റിനസ് എക്സോസ്കെൽട്ടൺ ആൻഡ് ജോയിന്റഡ് അപ്പൻഡേജസ്.
ചോദിച്ചാൽ ആർത്രോപോഡ. ബോഡി ഡിവൈഡഡ് ഇൻറ്റു ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡമൻ ചോദിച്ചാൽ ആർത്രോപോഡ. അതേപോലെ റെസ്പിറേറ്ററി ഓർഗൻ ഗിൽസ്, ഗിൽ ബുക്സ്, ബുക്ക് ലൈൻസ്, ട്രക്കിയ ഉള്ളത് ചോദിച്ചാൽ ആർത്രോപോഡ. ലാർജസ്റ്റ് ഫൈലം ചോദിച്ചാൽ ആർത്രോപോഡ. ഓപ്പൺ സർക്കുലേഷൻ ഉള്ളവർ ചോദിച്ചാൽ ആർത്രോപോഡ, മൊളുസ്ക, എമികോഡേറ്റ. ഓൺലി നോൺ കോഡേറ്റ് വിത്ത് ക്ലോസ്ഡ് സർക്കുലേഷൻ ചോദിച്ചാൽ ഫൈലം അനലിഡയാണ്. പിന്നെ സീറ്റ ആൻഡ് പാരപ്പോഡിയ, സീറ്റ ആൻഡ് പാരപ്പോഡിയ ലോക്കോമോഷന് കാണപ്പെടുന്നത് ആരിൽ എന്ന് ചോദിച്ചാൽ അതും അനലിഡയാണ്. സീറ്റ കാണുന്നത് എർത്തുവം, പാരപ്പോഡിയ ഇൻ നീറീസ്. കേട്ടല്ലോ. പിന്നെ അതേപോലെ 2 types ഓഫ് ബോഡി ഫോംസ്, പോളിപ്പ് ആൻഡ് മെഡൂസ. നിഡോബ്ലാസ്റ്റ് ആർ പ്രസന്റ്. നിഡോബ്ലാസ്റ്റ് പേജ് നമ്പർ 50 പടം തന്നിട്ട് ചോദിക്കാം. നെയിം ദ സ്ട്രക്ചർ, നെയിം ദ ഫൈലം in which this structure is seen. അപ്പം nidoblast, nidaria. What's the role of this structure? Anchorage, food capture, body defense. Body dorsoventrally flattened like a leaf. Flame cells are the excretory organ, mostly endoparasites. അതേപോലെ some animals of this group can absorb nutrients directly through body surface. എന്ത് ചോദിച്ചാലും flatworm, platyhelminthes. These are the first group with triploblastic and bilateral symmetry. First group with complete digestive system with muscular pharynx. Only group with pseudoxylem. First group with a separate sexes. ചോദിച്ചാൽ റൗണ്ട് വേംസ് അഥവാ ആഷ്റൽമിന്തസ്. മനസ്സിലായല്ലോ. ആനലിഡ പറഞ്ഞ ആർത്രോപോഡ. പിന്നെ ബോഡി ഈസ് സോഫ്റ്റ്, കവേർഡ് ബൈ ഹാർഡ് ഷെൽ, ഫോംഡ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ചോദിച്ചാൽ മൊളസ്ക. റാഡുല ഉള്ള ചോദിച്ചാൽ മൊളസ്ക. ബോഡി ഡിവൈഡഡ് ഇൻറ്റു ഹെഡ്, വിസൽ, ലംബ് ആൻഡ് ഫൂട്ട് ചോദിച്ചാൽ മൊളസ്ക. മനസ്സിലായല്ലോ. പിന്നെ ബോഡി ആസ് സ്പൈൻ, സ്പൈനി സ്കിൻഡ് ആനിമൽ, എക്കനോഡേമാറ്റ. വാട്ടർ വാസ്കുലാർ സിസ്റ്റം, 2 feet, ഇതൊക്കെ ചോദിച്ചാൽ എക്കനോഡേമാറ്റ. ബോഡി ഡിവൈഡഡ് ഇൻറ്റു 3 parts, proboscis collar ആൻഡ് ലോങ് ട്രങ്ക്. proboscis gland helps in excretion ചോദിച്ചാൽ എമികോഡേറ്റ. എല്ലാത്തിന്റെ എക്സാമ്പിൾസ് ആയി ഇത് നോക്കിയിട്ട് പോവാം. ബോഡി ഡിവൈഡഡ് ഇൻറ്റു ഹെഡ് ആൻഡ് ട്രങ്ക് ചോദിച്ചാൽ ആംഫീബിയ. ബോഡി ഡിവൈഡഡ് tail may be present in some because salamander has tail. Even though it is amphibian, it has a long tail. പിന്നെ ബോഡി ഡെഫിനറ്റ്ലി ഡിവൈഡഡ് ഇൻറ്റു ഹെഡ്, ട്രങ്ക് ആൻഡ് ടെയിൽ ചോദിച്ചാൽ റെപ്റ്റീലിയ. മനസ്സിലായല്ലോ. എല്ലാം ആ ആനിമൽ കിങ്ഡം വരാവുന്ന മാക്സിമം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഡ്യൂറേഷൻ ഇച്ചിരി കൂടും. നമ്മൾ ട്രയൽ പോയിട്ടല്ലല്ലോ ഇത് എടുക്കുന്നത്. അടുത്തത് 11. ECG is a graphical representation of electrical activity of heart during a cardiac cycle. നമ്മുടെ മോഡലിന് ECG പടം തന്നിട്ട് ചോദിച്ചു. കണ്ടോ. എക്സ്പാൻഡ് ദ ടേം ECG. ഇലക്ട്രോകാർഡിയോഗ്രാം. അതിൽ നിന്ന് കിട്ടുന്ന പിക്ചറിന് പറയുന്ന പേര് ഇലക്ട്രോകാർഡിയോഗ്രാം. ഇൻസ്ട്രുമെന്റിന്റെ പേര് ഇലക്ട്രോകാർഡിയോഗ്രാഫ്. തിരിഞ്ഞു പോകരുത്. ഗ്രാഫ് പിക്ചർ അല്ല. Here graph is the instrument and that technique is called electrocardiography. അതിനകത്ത് 3 waves ഉണ്ട്. ഓർമ്മയുണ്ടല്ലോ ഏതൊക്കെയാ 3 waves? Which are the 3 waves? ആദ്യത്തെ ഒരു ചെറിയ upward deflection, പിന്നെ ഭയങ്കര സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു ഡിഫ്ലക്ഷൻ. ഒറ്റക്കൈയിൽ ചെയ്യുന്ന മീൻസ് അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നാലും വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ. ഇത് P വേവ്, ഇത് QRS കോംപ്ലക്സ്. നോക്കിയിട്ടേ പോകാവൂ. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ്. ഇത് T വേവ്. 3 marks ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ മോഡലിന്. അറിയാമല്ലോ, നമ്മളൊരു പ്രീ മോഡൽ നടത്തിയിരുന്നു മെയിൻ മോഡലിന് മുമ്പായിട്ട്. ഓക്കെ. അപ്പൊ P വേവ് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തോ എഴുതാം. ശരിയായിരിക്കണം ഈ പറയുന്ന 3 കാര്യങ്ങൾ. ഒന്നല്ലെങ്കിൽ ഡീപോളറൈസേഷൻ ഓഫ് ഓറിക്കിൾ, അല്ലെങ്കിൽ എന്തെഴുതാം കൺട്രാക്ഷൻ ഓഫ് ഓറിക്കിൾ. മനസ്സിലായല്ലോ. ഡീപോളറൈസേഷൻ ഓഫ് ഓറിക്കിൾ ഓർ ഓറിക്കുലാർ കൺട്രാക്ഷൻ ഓർ ഓറിക്കുലാർ സിസ്റ്റോൾ എന്ന് എഴുതുക. കേട്ടല്ലോ. QRS കോംപ്ലക്സ് കാണിക്കുന്നത് ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ, അല്ലെങ്കിൽ വെൻട്രിക്കുലാർ സിസ്റ്റോൾ, അല്ലെങ്കിൽ കൺട്രാക്ഷൻ ഓഫ് വെൻട്രിക്കിൾ. T വേവ് എഴുതേണ്ടത് റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ ഓർ വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ ഓർ റിലാക്സേഷൻ ഓഫ് വെൻട്രിക്കിൾ എന്ന് എഴുതുക. വാട്ട് ഡസ് എ ഡീവിയേഷൻ ഇൻ നോർമൽ ECG റെപ്രസെന്റ്? തേർഡ് പാർട്ടായിട്ട് നമ്മുടെ ചോദ്യം ഉണ്ടായിരുന്നു. അത് ഒരു കാർഡിയാക് ഫെയിലർ അല്ലെങ്കിൽ എനി ടൈപ്പ് ഓഫ് കാർഡിയാക് ഡിസോർഡർ ഈസ് റെപ്രസെന്റഡ് ബൈ എ ഡിഫക്റ്റീവ് വേവ്. നമ്മൾ
എങ്ങനെ എന്ത് എണ്ണീറ്റാണ് ഇതിന്റെ ഫ്രീക്വൻസി ഹാർട്ട് ബീറ്റ് റേറ്റ് നോക്കുന്നത്? QRS കോംപ്ലക്സ്. ഈ 3 വേവിലെ ഏറ്റവും എളുപ്പം എണ്ണാൻ പറ്റുന്ന ഏതാ? QRS കോംപ്ലക്സ്. താഴെ ഇങ്ങനെ സെക്കൻഡ്സ് ഇങ്ങനെ കാണിക്കും, 1 സെക്കൻഡ് 2 സെക്കൻഡ് ഇങ്ങനെ പോകും. അപ്പൊ നമ്മൾ നോക്കും 60 സെക്കൻഡിൽ ഈ വേവ് എത്രമാത്രം ഉണ്ട്. അതിനകത്ത് നോർമലി ഒരു 68 to 76 റേഞ്ചിലൊക്കെ കണ്ടാൽ നോർമൽ ഹാർട്ട് ബീറ്റ് ഉണ്ടല്ലോ. ഒരു 80 മുകളിൽ പോയാൽ ഇറ്റ് ഈസ് കോൾഡ് ടെക്കിക്കാർഡിയ, ഇൻക്രീസ്ഡ് ഹാർട്ട് ബീറ്റ്. 60ക്ക് താഴെ പോയാൽ ഇറ്റ് ഈസ് കോൾഡ് ബ്രാഡിക്കാർഡിയ, ഡിക്രീസ്ഡ് ഹാർട്ട് ബീറ്റ്. അറിയാലോ, ഹാർട്ട് സൗണ്ട്സ് കൊടുത്ത് ആണേ ലബും ഡബും നോക്കിയിട്ട് പോവുക. ഡ്യൂറിങ് ventricular systole, the contraction of the closure of cuspid valves produces sound in left. It is called first heart sound. Similarly, during ventricular diastole, the closure of semilunar valves produces sound dub, which is called second heart sound. ലബും ഡബും നോക്കിയിട്ട് പോവാം. പിന്നെ കാർഡിയാക് ഔട്ട്പുട്ട്, സ്ട്രോക്ക് വോളിയം, കാർഡിയാക് ഔട്ട്പുട്ട്, അതൊക്കെ നോക്കുക. ഓക്കെ, പി വേവ് റെപ്രസെന്റ് ചെയ്യുന്ന എന്താന്ന് നമ്മൾ പറഞ്ഞു. റെപ്രസെന്റ് ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ എന്ന് പറയാം കേട്ടോ, ഓർ ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ വിച്ച് ലീഡ്സ് ടു കൺട്രാക്ഷൻ ഓഫ് ബോത്ത് ദ ഏട്രിയ. 12. A number of bonds related with our appendicular skeletal system is given below. Arrange them into 2 groups with appropriate heading. ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ എന്ന് തോന്നും, കാര്യം റിബ്സ് മാത്രമേ എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഞാൻ സ്കെൽട്ടൺ ഫുള്ള് പറഞ്ഞു തന്നിട്ടുണ്ട്, എളുപ്പമാണ് പഠിക്കാൻ നിങ്ങൾക്ക്. നോക്കുക, ഇതെന്താ ചോദ്യം? അപ്പൻഡിക്കുലർ സ്കെലിറ്റൽ സിസ്റ്റം, 2 ഹെഡിങ് എന്ന് പറയുമ്പോൾ ഫോർ ലിംബ് ബോണും അയൺ ലിംബ് ബോൺ. ഇനി അങ്ങനെ എഴുതിയില്ലെങ്കിൽ ബോൺസ് ഓഫ് ഹാൻഡ് ആൻഡ് ബോൺസ് ഓഫ് ലെഗ് എന്ന് എഴുതാം. കൈയുടെ ബോൺ നോക്കിക്കോ, ഇതാണ് ഹ്യൂമറസ്, റേഡിയസ് അൾന. അപ്പർ ആം ബോൺ ഹ്യൂമറസ്, ലോവർ ആം ബോൺ റേഡിയസ് അൾന. അറിയാമല്ലോ, കൈ പാഡിൽ ടച്ച് ആവാതിരിക്കാൻ വേണ്ടി മാസ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ റിസ്റ്റ് ബോൺ, റിസ്റ്റ് ബോൺ എന്ന് പറയുന്ന പേരാണ് കാർപ്പൽ. പാം ബോൺസ് 5 എണ്ണം, ഇതെല്ലാം ഓരോന്നും. റിസ്റ്റ് ബോൺ 8 എണ്ണം ഉണ്ട് കേട്ടല്ലോ, കാർപ്പൽ 8 എണ്ണം ഉണ്ട്, 5 പാം ബോൺ, അതാണ് മെറ്റാകാർപ്പൽ 5. പിന്നുള്ളത് ഫലാഞ്ചസ്, ഫിംഗർ ബോൺസിന്റെ ടോ ബോൺസിന്റെ പേര് ഫലാഞ്ചസ് എന്നാണ്. 1 2 3 4 5 6 7 8 9 10 11 12. തള്ളവിരലിന് മാത്രം 2, 13 14, ബാക്കി എല്ലാത്തിനും 3. അപ്പൊ 14 ഫലാഞ്ചസ് കൂട്ടുമ്പോൾ 30 എണ്ണം വരും. 30 30 60. അതേപോലെ കാലിൻ്റെത് പൊക്കി കാണിച്ചു തരണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ബുദ്ധിമുട്ട്, എണീറ്റാൽ എൻ്റെ മുഖം പോകും. അറിയാലോ, തൈബോൺ അതാണ് ഫീമർ, തുടയില് ലോങ്സ്റ്റ് ലാർജസ്റ്റ് ആൻഡ് ഹെവിയസ്റ്റ് ബോൺ ഇൻ ഹ്യൂമൻ ബോഡി. അതേപോലെ കൈക്കില്ലാത്തൊരു സാധനം കാലിനുണ്ട്, എന്താ ചെരുപ്പെന്ന് എഴുതി വെക്കരുത്, പെറ്റല്ല, മുട്ടിന്റെ ചിരട്ട. അപ്പൊ 2ാമത്തെ ബോൺ. ലോവർ ലെഗ് ബോൺ ആണ് ടിബിയ ആൻഡ് ഫിബുല, അത് 4ആയി. ലോവർ ലെഗ് ബോൺ, ഷാങ്ക് ബോൺസ് എന്നും പറയും. പിന്നെ ഇവിടെ നമുക്ക് റിസ്റ്റ് ഉള്ളത് പോലെ കാലിന്റെ അവിടെ ഉള്ളതാണ് ഏത്? പാദസരം, എന്താ പറയാ, ആംഗ്ലറ്റ് എന്ന് പറയും. ആംഗിൾ ബോൺ, ആംഗിൾ ബോണിന്റെ പേരാണ് ടാർസൽ. മനസ്സിലായല്ലോ, അത് 7 ഉള്ളൂ. അതിന് സമാനമായിട്ട് കാർപ്പൽ 8 ഉണ്ട്, ടാർസൽ 7 ഉള്ളൂ. പിന്നെ മെറ്റാകാർപ്പലിന് പകരം ഇവിടെ മെറ്റാടാർസൽ ഉണ്ട്, അതാണ് സോൾ ബോൺ, അത് 5. പിന്നെ ഞാൻ പറഞ്ഞു ടോ ബോൺസ്, ഫലാഞ്ചസ്, അത് 14. അപ്പം എങ്ങനെ എഴുതാം? ഹ്യൂമറസ് ആൻഡ് ടിബിയ ലെഗ്, ടാർസൽ ലെഗ്, അൾന ആൻഡ് റേഡിയസ് ആൻഡ് ഫിബുല ലെഗ്, പിന്നെ കാർപ്പൽ ഏതാ ആൻഡ് ഫീമർ ലെഗ്. ബോൺസ് ഓഫ് ആൻഡ് ആരൊക്കെയെന്ന് കണ്ടല്ലോ, ഹ്യൂമറസ്, അൾന, റേഡിയസ്, കാർപ്പൽ. ഇനി മറ്റത് ടിബിയ, ടാർസൽ, ഫിബുല, ഫീമർ. സിമ്പിൾ. ഓക്കെ. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ഗിവൺ ഫ്ലോ ചാർട്ട് ലേബൽ ദ മിസ്സിംഗ് പാർട്സ്. ഏതാ ചോദിച്ചേക്കുന്നത്? കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂ ഇസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു 3 ടൈപ്സ്. ഏതൊക്കെ? ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. അറിയാലോ, ഇവിടെ സെൽ മാട്രിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് മോഡിഫൈഡ് പോളിസാക്രൈഡ് കൊണ്ട്. ബ്ലഡ് ഒഴികെ ബാക്കി എല്ലാ സെൽസും, ടിഷ്യൂന്റെ സെൽസും കൊളാജനെയും ഇലാസ്റ്റിനെയും പ്രൊഡ്യൂസ് ചെയ്യും. അതൊക്കെ പറഞ്ഞതാ. അപ്പൊ ഇവിടെ ഇതിനകത്തുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഇവിടെ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ നമ്മൾ പഠിച്ചു വെച്ച ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിനെ 2 ആക്കണം. ഇവിടെ 1 ആക്കിയിട്ടുള്ളൂ. എറിയോള ടിഷ്യൂ. പിന്നെ അടുത്തതാണ് ഏതാ? അഡിപ്പോസ്. നിങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെ വ്യക്തമായിട്ട് പഠിക്കുക. ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞിട്ട് 1 ഇവിടെ തന്നിട്ടുള്ളൂ. മനസ്സിലായല്ലോ? ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. ആ 1 നിങ്ങൾക്ക് എന്ത് എഴുതിയാലും മാർക്ക് കിട്ടും.
ഡെൻസ് റെഗുലർ എഴുതാം, ഇറഗുലർ എഴുതാം, ടെൻഡൺ എഴുതാം, ലിഗമെന്റ് എഴുതാം കേട്ടല്ലോ. ഇനി സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ബ്ലഡ് തന്നിട്ടുണ്ട്, മറ്റത് ബോണും കാർട്ടിലേജ് അല്ലെങ്കിൽ കാർട്ടിലേജ് ബോൺ കണ്ടോ. 4 ഡാഷ് ഫില്ല് ചെയ്താൽ 2 മാർക്കാണ്, എളുപ്പം. എൻലിസ്റ്റ് എനി 4 types of synovial joint. ജോയിന്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ഓർ ആർട്ടിക്കുലേഷൻ ബിറ്റ്വീൻ 2 or more ബോൺ. ഒരാൾക്ക് ഒറ്റയ്ക്ക് ജോയിന്റ് ആവാൻ പറ്റൂല, 2 അതിലധികമോ ബോണുകൾ ചേരുന്ന സ്ഥലം. അതല്ലെങ്കിൽ ഒരു ബോണും കാർട്ടിലേജും തമ്മിൽ ചേരുന്ന സ്ഥലങ്ങളെ വിളിക്കുന്ന പേരാണ് എന്നതാ ജോയിന്റ്. ജോയിന്റിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയായിരുന്നു ജോയിന്റ്? 3 ടൈപ്പ് ജോയിന്റ്. ആദ്യത്തത് ഇമ്മൂവബിൾ ജോയിന്റ് ഓർ ഫിക്സഡ് ജോയിന്റ് ഓർ ഫൈബ്രസ് ജോയിന്റ്. രണ്ടാമത്തത് സ്ലൈറ്റ്ലി മൂവബിൾ ജോയിന്റ് ഓർ കാർട്ടിലേജിനസ് ജോയിന്റ് ഓർ ഇംപെർഫെക്റ്റ് ജോയിന്റ്. മൂന്നാമത്തതാണ് ഫ്രീലി മൂവബിൾ ജോയിന്റ്, കണ്ടോ മൊബിലിറ്റിയെ ബേസ് ചെയ്താണ്, അല്ലെങ്കിൽ പെർഫെക്റ്റ് ജോയിന്റ്, അല്ലെങ്കിൽ ഈ ജോയിന്റിനകത്താണ് സൈനോവിയൽ ഫ്ലൂയിഡും സൈനോവിയൽ മെംബ്രെയിനും ഒക്കെ കാണുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് സൈനോവിയൽ ജോയിന്റ്. ഇമ്മൂവബിൾ ജോയിന്റ് ഓർ ഫിക്സഡ് ജോയിന്റ് എക്സാമ്പിൾ ആണ് ആരാ മക്കളെ? നമ്മളുടെ സ്കള്ളിനകത്തുള്ള സ്യൂച്ചേഴ്സ് ഓഫ് സ്കൾ ഉണ്ടോ, യാതൊരു തരത്തിലും മൂവ് ചെയ്യാൻ പറ്റാത്തതാണ് സ്കള്ളിനകത്തുള്ള സ്യൂച്ചർ. സ്ലൈറ്റ്ലി മൂവബിൾ ഓർ കാർട്ടിലേജിനസ് ജോയിന്റ് ഓർ ഇംപെർഫെക്റ്റ് ജോയിന്റ്, ചെറിയ രീതിയിൽ മൂവ് ചെയ്യുന്നത്, അതിന് എക്സാമ്പിൾ ആണ് ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക്. അതേപോലെ നമ്മളുടെ പ്യൂബിക് ബോൺസിനെ തമ്മിൽ ജോയിൻ ചെയ്യിക്കുന്ന സാധനം പ്യൂബിക് സിംഫൈസിസ്. പ്രസവ സമയത്ത് അതാണ് റിലാക്സ് ചെയ്ത് കൊടുത്ത് കുഞ്ഞിന്റെ തല വെളിയിലേക്ക് വരുന്നത്. പ്യൂബിക് റീജിയൻ, പെൽവിക് റീജിയന്റെ അവിടെ. പെൽവിക് ഗേഡിലെ ബോൺ അറിയാമല്ലോ, ഇലിയം, ഇഷ്യം ആൻഡ് പ്യൂബിസ്. ഫ്രീലി മൂവബിൾ ജോയിന്റിനെ വീണ്ടും നമ്മൾ പലതായിട്ട് ഡിവൈഡ് ചെയ്തു. അതിനകത്തൊന്ന് ഞാൻ എഴുതിയ സമയം കളയുന്നില്ല, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് അറിയാമല്ലോ. ആദ്യത്തത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് കാണുന്നത് നമ്മളുടെ ഷോൾഡർ അതേപോലെ ഹിപ്പ്. ഒരു ബോളിന്റെ അറ്റത്തെ ബോള് വന്ന് മറ്റതിന്റെ കുഴിയിൽ വീഴുന്നു. അപ്പൊ ഇവിടെ ഓർക്കേണ്ട കാര്യം, പെക്ടറൽ ഗേഡിലുള്ള കുഴിയുടെ പേര് ഗ്ലിനോയിഡ് ക്യാവിറ്റി. ചോദിച്ചിട്ടുണ്ട് പെക്ടറൽ ഗേഡിൽ ഗ്ലിനോയിഡ് ക്യാവിറ്റി, പെൽവിക് ഗേഡിൽ ഡാഷ്. അപ്പൊ പെക്ടറൽ ഗേഡിലെ ഗ്ലിനോയിഡ് ക്യാവിറ്റിയിലാണ് ഹ്യൂമറസിന്റെ അറ്റത്തെ ബോൾ വന്ന് വീഴുന്നത്. സോ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, ഷോൾഡർ. ഇനി നമ്മളുടെ ആ പറഞ്ഞ ലാർജസ്റ്റ് ബോൺ, തൈ ബോൺ, ഫീമർ, അതിന്റെ അറ്റത്തെ ബോൾ വന്ന് വീഴുന്നത് പെൽവിക് ഗേഡിലെ ക്യാവിറ്റിയാണ്, അതാണ് അസറ്റാബുലം. അപ്പൊ മറക്കണ്ട, പെക്ടറൽ ഗേഡിനകത്തുള്ളത് ഏതാ? ഗ്ലിനോയിഡ് ക്യാവിറ്റി. ഉണ്ടോ? പെൽവിക് ഗേഡിൽ ഇടുപ്പിനകത്തുള്ളത് ഏതാ? അസറ്റാബുലം. ഇതും ചോദിച്ചിട്ടുണ്ട്, 1 മാർക്കിന് ചോദ്യം വരാം. ക്ലിയർ? അപ്പൊ ഈ 2 ഭാഗത്തുള്ളത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. പിന്നെ ഹിഞ്ച് ജോയിന്റ്, വിജാഗിരി സന്ധി. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് അലോസ് ഫ്രീ റൊട്ടേഷൻ ഇൻ എനി പ്ലെയിൻ. ഹിഞ്ച് ജോയിന്റിന്റെ പ്രത്യേകത ഇറ്റ് അലോസ് ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ് ഇൻ എ സിംഗിൾ പ്ലെയിൻ. മനസ്സിലായല്ലോ? ഹിഞ്ച് ജോയിന്റ് ആണ് നമ്മളുടെ ഏതാ? എൽബോ ജോയിന്റും കാലിന്റെ മുട്ട്, നീ ജോയിന്റ്. പിന്നുള്ളത് പിവറ്റ് ജോയിന്റ്. പിവറ്റ് ജോയിന്റ് എന്ന് പറയുമ്പോൾ ജോയിന്റ് ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സസ്. ഫസ്റ്റ് സെർവിക്കൽ വെർട്ടിബ്ര, കഴുത്തിന്റെ വെർട്ടിബ്രയാണ് സെർവിക്കൽ വെർട്ടിബ്ര. ആദ്യത്തെ സെർവിക്കൽ വെർട്ടിബ്രയാണ് അറ്റ്ലസ്. മനസ്സിലായല്ലോ? ഇത് ചെന്ന് വീഴുന്നത്, ഈ അറ്റ്ലസ് എന്ന് വീഴുന്നത് ആക്സിസിന്റെ ആ കുഴിക്കകത്താണ്. അപ്പം ആക്സിസ് ഫിക്സ്ഡ് ആണ്. അറ്റ്ലസ് ആക്സിസിന്റെ പുറത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, തിരുക്കുറ്റി സന്ധി എന്ന് പറയും. അറ്റ്ലസ് ആ പേര് വരാൻ കാരണം എന്താ? ഗ്രീക്ക് പുരാണത്തിലെ ഒരു ദേവനാണ് അറ്റ്ലസ്. അറ്റ്ലസ് ദേവന്റെ മുതുകത്താണ് ഭൂമി ഇരിക്കുന്നത്. ഇവിടെ ഭൂമിയാണ് നമ്മളുടെ സ്കൾ. സ്കളിനെ സപ്പോർട്ട് ചെയ്തിരുത്തുന്ന ആദ്യത്തെ സെർവിക്കൽ വെർട്ടിബ്ര സോണോണസ് അറ്റ്ലസ്. അറിയാമല്ലോ? അതും ഇവിടെ നിന്ന് 2 പ്രോസസ് ഇങ്ങനെ വന്ന് ഇതിനകത്ത് വീഴും. മനസ്സിലായല്ലോ? എന്തായിരുന്നു ആ പ്രോസസിന്റെ പേര്? ഓസിപിറ്റൽ കോണ്ടൈൻ. സോ ഇറ്റ് ഈസ് കോൾഡ്, ഹ്യൂമൻ സ്കൾ ഈസ് കോൾഡ് ഡൈകോണ്ടിലിക് സ്കൾ. ഇതൊക്കെ NCERT പറയുന്ന കാര്യങ്ങളാ, കൈന്നിട്ടൊന്നും പറയുന്നില്ല. 310ാമത്തെ പേജാന്ന് തോന്നുന്നു, ഒന്ന് നോക്കിക്കോണം. 310 ആ സ്കള് വരുന്ന ആ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡൈകോണ്ടിലിക് സ്കൾ, ഓസിപിറ്റൽ കോണ്ടൈൻ. ഓക്കെ, അത് 2 ഇങ്ങോട്ട് വന്നിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഡൈകോണ്ടിലിക് സ്കൾ എന്ന് പറയും. പിന്നുള്ളത് സാഡിൽ ജോയിന്റ്.
മനസ്സിലായല്ലോ. പിന്നെ ഒരു ജോയിന്റ് കൂടെ ഉണ്ട്, അത് ഇത് പറഞ്ഞുള്ള ഗ്ലൈഡിംഗ് ജോയിന്റ് പറയാം. സാഡിൽ ജോയിന്റ് എന്ന് പറയുമ്പോൾ ജോയിന്റ് ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ ഓഫ് തമ്പ്. തമ്പിന്റെ കാർപ്പലും മെറ്റാകാർപ്പലും. അതുകൊണ്ടാണ് ബാക്കി വിരലുകളുടെ പോലെയല്ല, ഇത് ഫ്രീ റൊട്ടേഷൻ ആണ് സാഡിൽ ജോയിന്റ് ആയതുകൊണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ സാഡിൽ കിട്ടിയില്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് ഗ്ലൈഡിംഗ് ജോയിന്റ്. ഓക്കെ, ഗ്ലൈഡിംഗ് ജോയിന്റ് കാർപ്പലിനകത്തുള്ളത്. അപ്പം ഓർമ്മ ഉണ്ടായിരിക്കുക. 4 type of joints. Distinguish between uricotelic and ureotelic animals with an example. അറിയാലോ എന്തിനെ ബേസ് ചെയ്ത യൂറിക്കോടെലിക്കും യൂറിയോടെലിക്കും? പാറ്റേൺ ഓഫ് നൈട്രോജൻ എക്സ്ക്രീഷൻ. അമോണോടെലിസം, യൂറിയോടെലിസം, യൂറിക്കോടെലിസം. അമോണിയയുടെ രൂപത്തിൽ പോയ അമോണിയ ഹൈലി ടോക്സിക് ആണ്, ഇറ്റ് ഈസ് കോൾഡ് അമോണോടെലിസം. യൂറിയയുടെ രൂപത്തിൽ പോയ യൂറിയോടെലിസം. യൂറിക് ആസിഡിന്റെ രൂപത്തിൽ പോയ യൂറിക്കോടെലിസം. യൂറിയോടെലിക്കിന് എക്സാമ്പിൾ കാർട്ടിലേജിനസ് ഫിഷസ് പറയാം. ഓൾ മാമൽസ് വിത്തൗട്ട് എനി എക്സെപ്ഷൻ, ഓൾ മാമൽസ്. അതേപോലെ ആംഫീബിയക്കകത്ത് ഫ്രോഗ് പറയാം, അതേപോലെ ടോഡ് പറയാം. മനസ്സിലായല്ലോ. അതെല്ലാം യൂറിയോടെലിക്. യൂറിക്കോടെലിക് എന്ന് പറയുമ്പോൾ യൂറിക് ആസിഡിന്റെ രൂപത്തിൽ വേസ്റ്റ് റിമൂവ് ചെയ്യുന്നതാണ്. അതിന് എക്സാമ്പിൾ ആരൊക്കെ ഉണ്ട്? ഓർഡറിൽ പറഞ്ഞാൽ ഇൻസെക്ട്സ് ഉണ്ട്, ലാൻഡ് സ്നെയിൽ ഉണ്ട്. ഇൻസെക്ട്, ലാൻഡ് സ്നെയിൽ. പിന്നെ അതേപോലെ തന്നെ വേറെ ആരാ ഉള്ളത്? ലിസാർഡ്സ് ഉണ്ട്. എല്ലാരെയും പറയാൻ പറ്റൂല. ലിസാർഡ്സ് പറയാം, സ്നേക്സ് പറയാം, പിന്നെ ബേർഡ്സ് പറയാം. യൂറിക് ആസിഡ് ഈസ് ഇൻസോളിബിൾ ആൻഡ് ലീസ്റ്റ് ടോക്സിക്. അമോണോടെലിക് മിക്കവാറും അക്വാട്ടിക് ആനിമൽസ്. ആര് ഒഴികെ? കാർട്ടിലേജിനസ് ഫിഷ് ഒഴികെ ബാക്കി എല്ലാ അക്വാട്ടിക് ആനിമൽസും അമോണോടെലിക് ആനിമൽസ് ആണ്. ക്ലിയർ ആണ്? ഓക്കെ മക്കളെ, അടുത്തത് 16ാമത്തെ ചോദ്യം. കംപ്ലീറ്റ് ദ ഗിവൺ ടേബിൾ. അറിയാമല്ലോ, ലാസ്റ്റ് എടുത്ത പോർഷൻ അന്നേരം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും നമുക്ക് ആ കെമിക്കൽ കോർഡിനേഷനകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാനില്ല എന്നുള്ളത്. അപ്പൊ എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ പേര്, ഹോർമോൺ, ഫങ്ഷൻ, 3 ടേബിൾ തന്നിട്ടുണ്ട് കേട്ടല്ലോ. ആദ്യം പിനിയൽ ഗ്ലാൻഡ്. അപ്പോൾ ഹോർമോണിന്റെ പേര് ഓർമ്മ ഉണ്ടായിരിക്കണം. അതെല്ലാത്തിന്റെ പഠിച്ചിട്ട് പോകും. ഹൈപ്പോതലാമസ് എന്ന് പറയുമ്പോൾ റിലീസിങ് ഹോർമോൺ, ഇൻഹിബിറ്റിംഗ് ഹോർമോൺ, അതിനെ ചേർത്ത് റെഗുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയും. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബിനെ സെക്രീഷൻ ഉള്ളൂ. പോസ്റ്റീരിയർ ലോബ് ഓക്സിറ്റോസിനെയും വാസോപ്രസിനെയും സ്റ്റോർ ചെയ്ത് വെക്കും. മിഡിൽ ലോബ് നമ്മളിൽ ഫങ്ഷണൽ അല്ല. ആന്റീരിയർ ലോബ് പാസ് ഡിസ്റ്റാലിസ്. അറിയാമല്ലോ, പാസ് ഡിസ്റ്റാലിസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്രോത്ത് ഹോർമോൺ അഥവാ സൊമാറ്റോട്രോപ്പിൻ അഥവാ സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ. പിന്നുള്ളത് TSH, തൈറോട്രോപ്പിക് ഹോർമോൺ ഓർ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. പിന്നെ അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ, ദെൻ കോർട്ടിക്കോട്രോപ്പിൻ എന്നും വിളിക്കും. ഗൊണാഡോട്രോപ്പിൻ അഥവാ ഗൊണാഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അത് 3 ടൈപ്പ് ഉണ്ട്. FSH, LH, ICSH എന്ന ആണുങ്ങളിൽ പറയും. LHനെ LTH. മറക്കരുത്, LTH ആണ് മിൽക്ക് പ്രൊഡക്ഷൻ ഹോർമോൺ എങ്കിൽ ഓക്സിറ്റോസിൻ ആണ് മിൽക്ക് ഇജക്ഷൻ ഹോർമോണും. അതുപോലെ തന്നെ വേറൊരു വിശേഷണം എന്താ? ബർത്ത് ഹോർമോൺ. ഓക്സിറ്റോസിന്റെ പ്രത്യേകത, ഇവര് സ്മൂത്ത് മസിൽസിനെ കൺട്രാക്ട് ചെയ്യാൻ സഹായിക്കും. പ്രസവ സമയത്ത് യൂട്രസിന്റെ, ഇപ്പം സെക്കൻഡ് ഇയർ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം യൂട്രസിന്റെ മയോമെട്രിയം, അതിനെ കൺട്രാക്ട് ചെയ്യിച്ച് കുഞ്ഞിനെ വെളിയിൽ വരുത്താൻ സഹായിക്കും. ഹെൻസ് ദ നെയിം ബർത്ത് ഹോർമോൺ. അതേപോലെ ഒരു കുഞ്ഞ് അമ്മയുടെ നിപ്പിൾ സക്ക് ചെയ്യുമ്പോൾ, ബ്രസ്റ്റ് സക്ക് ചെയ്യുമ്പോൾ ആ മാമറി മസിൽസിനെ കൺസ്ട്രിക്ട് ചെയ്ത് പാല് വെളിയിൽ വരുത്തിക്കുന്നത് കൊണ്ട് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മിൽക്ക് ഇജക്ഷൻ ഹോർമോൺ. മാറിപ്പോവരുത്. അപ്പം പിനിയൽ ഗ്ലാൻഡ്, തലയിലുള്ള 3ാമത്തെ ഗ്ലാൻഡ്, അതിന്റെ സെക്രീഷന് പറയുന്ന പേരാണ് ഏതാ? മെലറ്റോണിൻ. അറിയാമല്ലോ, പിനിയൽ ഗ്ലാൻഡ് ആണ് ബയോളജിക്കൽ ക്ലോക്ക് എന്ന് അറിയപ്പെടുന്നത്. ഇറ്റ് റെഗുലേറ്റ്സ് 24 hours റിതം ഓർ ഡയണൽ റിതം അല്ലെങ്കിൽ ഡെയിലി പീരിയോഡിസിറ്റി. അഡീഷണൽ ഫംഗ്ഷൻ ആണ് ഇറ്റ് ഓൾസോ കൺട്രോൾ ടെമ്പറേച്ചർ, ബോഡി പിഗ്മെന്റേഷൻ, ബോഡി ഡിഫൻസ് എബിലിറ്റിയെ കൺട്രോൾ ചെയ്യും, മെൻസ്ട്രൽ സൈക്കിളിനെ കൺട്രോൾ ചെയ്യും. അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്. 24 hours റിതം ഏത് എഴുതിയാലും അത് ഓൾറെഡി തന്നിട്ടുണ്ട്. നിങ്ങൾ ഹോർമോണിന്റെ പേര് എഴുതിയാൽ മതി. ഡാഷ് പ്രൊലാക്റ്റിൻ. ഇപ്പൊ ഞാൻ പറഞ്ഞ LTHന്റെ മറ്റൊരു പേരാ കുഞ്ഞുങ്ങളെ എന്ത്? പ്രൊലാക്റ്റിൻ. LTHന്റെ ഫംഗ്ഷൻ പറഞ്ഞു, മിൽക്ക് പ്രൊഡക്ഷൻ ഹോർമോൺ. കണ്ട, ഗ്രോത്ത് ഓഫ് മാമറി ഗ്ലാൻഡ് ആൻഡ് ഫോർമേഷൻ ഓഫ് മിൽക്ക്. അപ്പൊ തീർച്ചയായിട്ടും LTHനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണെന്ന് അറിയാം. ഇനി തൈറോയ്ഡ് ഗ്ലാൻഡിലേക്ക് വന്നാൽ തൈറോയ്ഡ് ഹോർമോൺ T3 ആൻഡ് T4, ട്രൈ ഐഡോതൈറോണിൻ, ടെട്രാ ഐഡോതൈറോണിൻ ഓർ നോൺ ആസ് തൈറോക്സിൻ. അതിന്റെ പാരാഫോളിക്കുലർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് തൈറോകാൽസിറ്റോണിൻ. തൈറോകാൽസിറ്റോണിൻ എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ബ്ലഡ് കാൽസ്യം ലെവൽ. ബ്ലഡ് കാൽസ്യം ലെവൽ കുറയ്ക്കും. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ഹൈപ്പോകാൽസിമിക് ഹോർമോൺ. അതിന് ഓപ്പോസിറ്റ് ആണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡിന്റെ സെക്രീഷൻ, പാരാതോർമോൺ. ഇറ്റ് ഇൻക്രീസസ് ബ്ലഡ് കാൽസ്യം ലെവൽ ബൈ 3 methods. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹൈപ്പർ കാൽസിമിക് ഹോർമോൺ. ഏതൊക്കെ 3 മെത്തേഡ്? ഒന്ന്, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് പിടിച്ചെടുക്കും.
എല്ലിൽ നിന്നും പല്ലിൽ നിന്നും പിടിച്ചെടുക്കും ബൈ എ പ്രോസസ് കോൾഡ് ബോൺ റിസോർപ്ഷൻ. പിന്നെ അതുപോലെ തന്നെ വേറെ എങ്ങനെ പിടിച്ചെടുക്കും? മൂത്രത്തിൽ നിന്നും കാൽസ്യത്തിനെ പിടിച്ചെടുത്ത് നമ്മളുടെ ബ്ലഡിനകത്ത് കാൽസ്യം ലെവൽ കൂട്ടും, അറിയാമല്ലോ. പിന്നെ ഉള്ളത് നമ്മളുടെ നെഞ്ചത്തുള്ള ഗ്ലാൻഡ്, അതാണ് തൈമസ് ഗ്ലാൻഡ്, തൈമോസിൻ. അത് ടി സെൽസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സഹായിക്കും. ഇനി പാങ്ക്രിയാസ് ഡാഷ് ഇൻക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഡിക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻസുലിൻ. സോ ഇൻസുലിൻ ഈസ് കോൾഡ് ഹൈപ്പോഗ്ലൈസെമിക് ഹോർമോൺ. ഇത് ഇൻക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഗ്ലൂക്കഗോൺ. ഗ്ലൈക്കോജൻ എഴുതി മാർക്ക് കളഞ്ഞവരുണ്ട്. ഗ്ലൈക്കോജൻ ഹോർമോൺ അല്ല, ഗ്ലൈക്കോജൻ ഈസ് എ പോളിസാക്രൈഡ്. ഹോർമോണിന്റെ പേര് ഇൻസുലിനും ഗ്ലൂക്കഗോൺ. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ആൽഫ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്ലൂക്കഗോൺ, ബീറ്റ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇൻസുലിൻ. ഇൻസുലിൻ ആണ് ഹൈപ്പോഗ്ലൈസെമിക് ഹോർമോൺ, ഗ്ലൂക്കഗോൺ ഹൈപ്പർഗ്ലൈസെമിക് ഹോർമോൺ. കണ്ടോ, ടു ഇൻക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ്. ഹാർട്ട് അറിയാലോ. പിന്നെ പഠിക്കുന്നത് പാങ്ക്രിയാസ് കഴിഞ്ഞിട്ട് പിന്നുള്ളത് അഡ്രിനൽ ഗ്ലാൻഡ്. അഡ്രിനൽ ഗ്ലാൻഡിന്റെ മെഡുല പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മെഡുലറി ഹോർമോൺ, കെമിക്കലി നോൺ ആസ് കാറ്റക്കോളമൈൻ. അമൈൻ ഡിറൈവ്ഡ് ഹോർമോൺ ആണ് എപ്പിനെഫ്രിൻ ആൻഡ് നോറെപ്പിനെഫ്രിൻ, ഓർ അഡ്രിനാലിൻ ആൻഡ് നോറഡ്രിനാലിൻ. ഇറ്റ് ഈസ് കോൾഡ് എമർജൻസി ഹോർമോൺ. എമർജൻസി കണ്ടീഷനെ കോപ്പപ്പ് ചെയ്യാൻ സഹായിക്കും. പിന്നുള്ളത് അഡ്രിനൽ കോർട്ടക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണ്, കോൾഡ് കോർട്ടിക്കോയിഡ്സ്. 3 ടൈപ്പ്: മെനലോകോർട്ടിക്കോയിഡ്, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്, സെക്സ്കോർട്ടിക്കോയിഡ്. മെനലോകോർട്ടിക്കോയിഡ് റാസ് എന്ന് പറഞ്ഞ് നമ്മൾ എക്സ്ക്രീഷനിലും പഠിക്കുന്നുണ്ട്. സോ ഡബിൾ വെയിറ്റേജ് ഉള്ളതാ, നോക്കിയിട്ടേ പോകാവൂ. ആൽഡോസ്റ്റിറോൺ ആണ് മെനലോകോർട്ടിക്കോയിഡ്. സോഡിയത്തിന്റെ വാട്ടറിന്റെ റീഅബ്സോർഷനും പൊട്ടാസ്യത്തിനെയും ഫോസ്ഫേറ്റിനെയും എലിമിനേറ്റ് ചെയ്യാനും സഹായിക്കുക വഴി നമ്മളുടെ ബ്ലഡ് പ്രഷർ കൂട്ടാൻ സഹായിക്കുന്ന ആളാണ് ആൽഡോസ്റ്റിറോൺ. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഗ്ലൂക്കോസ് മെറ്റബോളിസം ഓർ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ് മെറ്റബോളിസത്തിന് സഹായിക്കും. 3 കോർട്ടിസോൾ, കോർട്ടിസോൺ, കോർട്ടിക്കോസ്റ്റെറോൺ. സെക്സ്കോർട്ടിക്കോയിഡ് 2 ഉണ്ട്. സെക്സ് ക്യാരക്ടർ, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യും. ആൻഡ്രോസ്റ്റെൻഡിയോൺ ആൻഡ് ഡീഹൈഡ്രോ എപ്പി ആൻഡ്രോസ്റ്റെറോൺ. അറിയാമല്ലോ, നമ്മളുടെ ഈ കോർട്ടിക്കോയിഡ് സെക്രീഷൻ കുറഞ്ഞാൽ, എസ്പെഷ്യലി ഗ്ലൂക്കോ ആൻഡ് മെനലോകോർട്ടിക്കോയിഡ് കുറഞ്ഞാൽ, പണ്ട് സപ്ലിമെന്ററി മെറ്റീരിയലിൽ കടന്ന ഒരു ഡിസീസിന്റെ പേര് ഇപ്പോൾ പുതിയ എഡിഷൻ, റിവൈസ്ഡ് എഡിഷനകത്ത് NCERT നമ്മളുടെ ചാപ്റ്ററിനകത്ത് കൊടുത്തിട്ടുണ്ട്. കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അസുഖം അഡിസൺസ് ഡിസീസ്. അതേപോലെ ഹൈപ്പോതൈറോയിഡ്സം ഇൻ ചിൽഡ്രൻ, അറിയാമല്ലോ, ഇറ്റ് റിസൾട്ട്സ് ഇൻ കുഞ്ഞുങ്ങളിൽ ക്രെറ്റിനിസം, വലിയവരിൽ മിക്സഡിമ. ഹൈപ്പർ സെക്രീഷൻ ആയാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് കോൾഡ് എ ഗോയിറ്റർ, എക്സോഫ്താൽമിക് ഗോയിറ്റർ. അയഡിൻ കുറഞ്ഞാൽ അയഡിൻ ഡെഫിഷ്യൻസി ഗോയിറ്റർ. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് നോക്കിയിട്ട് പോവുക. ഡയബറ്റിസ് മെലിറ്റസ് ഇൻസുലിൻ ഡാഷ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് തന്നാൽ ഇറ്റ് ഈസ് ADH. ഓർ വാസോപ്രസിൻ കുറഞ്ഞാൽ ഉണ്ടാവുന്ന അസുഖമാണ് മൂത്രവാർച്ച, ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അതൊക്കെ അതിനകത്തു നിന്നുള്ള ചോദ്യം. പിന്നെ ഹോർമോൺസ് ഓഫ് ഹാർട്ട്, കിഡ്നി ആൻഡ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട് നോക്കിയിട്ട് പോവുക. ഹാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഡബിൾ വെയിറ്റേജ് ഉണ്ട്. ഇത് തന്നെയാണ് എക്സ്ക്രീഷൻ, റെഗുലേഷൻ ഓഫ് യൂറിൻ ഫോർമേഷനകത്ത് ANF പറയുന്നുണ്ട്, ഏട്രിയൽ നട്രിയൂറിറ്റിക് ഫാക്ടർ. ഇറ്റ് ഡിക്രീസസ് ബ്ലഡ് പ്രഷർ. എങ്ങനെ? ഇറ്റ് ആക്ട് ആസ് എ വാസോ കൺസ്ട്രിക്ടർ, ബ്ലഡ് വെസൽസിനെ വാസോ ഡയലേറ്റർ, കൺസ്ട്രിക്ടർ അല്ല ഡയലേറ്റർ, ഡയലേറ്റ് ചെയ്യാൻ സഹായിക്കും ബ്ലഡ് വെസൽസിനെ. കണ്ടോ, വാസോ ഡയലേറ്റർ എന്ന് പറയും. ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യും. വോളിയം പ്രഷറും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും, അറിയാലോ, അതാണ് ANF. പിന്നെ കിഡ്നിയുടെ ഹോർമോണിന്റെ പേര് മറക്കരുത്, എരിത്രോപോയറ്റിൻ, വിച്ച് ഹെൽപ്സ് ഇൻ എരിത്രോപോയിസിസ്, RBC ഫോർമേഷൻ. ജെറ്റ്സ്റ്റാഗ്ലോമറുലാർ സെൽസ് ഓഫ് കിഡ്നി പ്രൊഡ്യൂസ് എരിത്രോപോയറ്റിൻ. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ടിനകത്തുള്ളത് ഗ്യാസ്ട്രിൻ, പിന്നെ ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്, വെരി ഇമ്പോർട്ടൻറ്റ്, സെക്രീറ്റിൻ ആൻഡ് കോളിസിസ്റ്റോകൈനിൻ, CCK, കോളിസിസ്റ്റോകൈനിൻ. നോക്കിയിട്ടേ പോകാവൂ. കോളിസിസ്റ്റോകൈനിൻ എന്തിനു സഹായിക്കും? പാങ്ക്രിയാറ്റിക് ജ്യൂസിനെ പാങ്ക്രിയാസിന് റിലീസ് ചെയ്യിക്കും. ഗോൾ ബ്ലാഡറിൽ നിന്ന് ബൈലിനെ റിലീസ് ചെയ്യിക്കും. വാട്ടറിനെയും ബൈകാർബണേറ്റ്സിനെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് സെക്രീറ്റിൻ. ഗ്യാസ്ട്രിക് ജ്യൂസിനെ സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് ഗ്യാസ്ട്രിൻ. പിന്നെ ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്, GIP, ഗ്യാസ്ട്രിക് സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, ഒബ്സർവ് ദ ഡയഗ്രാം, പറയേണ്ട കാര്യമില്ലല്ലോ. ഐഡന്റിഫൈ ദ ക്ലാസ് വിച്ച് ഇറ്റ് ബിലോങ്സ്. ഓൾറെഡി ഞാൻ റിവൈസ് ചെയ്ത് തന്ന സാധനം സൈക്ലോസ്റ്റൊമാറ്റോ. ക്ലാസ് ചോദിച്ച സൈക്ലോസ്റ്റൊമാറ്റോ, ഏനാത് എഴുതിയരുത്, ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റോ. റൈറ്റ് എ നോട്ട് ഓൺ ഇറ്റ്സ് മൈഗ്രേഷൻ. ആളാര പെട്രോമൈസൺ ആണ്, അല്ലെങ്കിൽ ലാംബ്രേ, ടെക്സ്റ്റിനകത്തുള്ള പടം ഞാൻ പറഞ്ഞു. ദേ മൈഗ്രേറ്റ് ഫ്രം ഫ്രഷ് വാട്ടർ ടു സീ വാട്ടർ, sea water to fresh water for spawning. After spawning, the adult die. And after spawning, within a few days they die.
ലാർവ മെറ്റമോർഫോസിസ് നടത്തി തിരിച്ച് കടൽ വെള്ളത്തിലേക്ക് പോകും. അപ്പൊ എക്സ്ക്ലൂസീവ്ലി മറൈൻ ആരൊക്കെയുണ്ട്? എക്സ്ക്ലൂസീവ്ലി മറൈൻ ടിനോഫോറ, എക്കനോഡേമാറ്റ, പ്രോട്ടോകോഡൈറ്റ്സ്, അതുപോലെ തന്നെ ഇവര് സൈക്ലോസ്റ്റൊമാറ്റ, പിന്നെ കാർട്ടിലേജിനസ് ഫിഷസ്, ഇവരെല്ലാം എക്സ്ക്ലൂസീവ്ലി മറൈൻ ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, then come to next 18th question. The description of law taxonomic aids are given below. Law some എന്താ ചെറിയൊരു തെറ്റുണ്ടെന്ന് തോന്നുന്നു. Taxonomic aid based on contrasting character generally in a pair called couple. Taxonomic aids 2 മാർക്കിന്റെ ചോദ്യം ലിവിംഗ് വേൾഡിൽ നിന്ന് കിട്ടുക. ബൈനോമിയൽ നോമൻക്ലേച്ചർ നോക്കിയിട്ട് പോവുക. ഫാദർ ഓഫ് ടാക്സോണമി, പ്രൊപ്പണന്റ് ഓഫ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, പ്രൊപ്പണന്റ് ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എല്ലാം ആരാ? കരോളസ് ലിനേസ് അഥവാ കാൾ ലിനേസ് ആണ്. അറിയാലോ ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഈച്ച് ആൻഡ് എവരി ഓർഗാനിസം ഹാസ് എ സയന്റിഫിക് നെയിം which has 2 parts, generally Latin origin or it should be Latinized. First part genus name start with capital letter, second part species name start with small letter. അറിയാലോ. പിന്നെ ആൻഡ് റിട്ടൺ ആണെങ്കിൽ അണ്ടർലൈൻ ദം സെപ്പറേറ്റ്ലി. if it is type it in italics. ചില പേരിന്റെ അവസാനം അത് പ്രപ്പോസ് ചെയ്ത ആളുടെ പേര് കാണും. മാഞ്ചിഫ്ര ഇൻഡിക്ക ലിൻ, എക്സാമ്പിൾ പ്രപ്പോസ്ഡ് ബൈ ലിനയസ്. നോക്കുക ICZN, ICBN, എക്സ്പാൻഷൻ നോക്കുക. പിന്നുള്ളത് ടാക്സോണമിക് ഹൈറാർക്കി നോക്കുക. സ്ഥിരം ക്വസ്റ്റ്യൻ. സ്പീഷീസ് ഒരുമിച്ച് ചേരുമ്പോൾ ജീനസ്, ഒരുമിച്ച് ചേരുമ്പോൾ ഫാമിലി, ഒരുമിച്ച് ചേരുമ്പോൾ ഓർഡർ, ഒരുമിച്ച് ചേരുമ്പോൾ ക്ലാസ്, ഒരുമിച്ച് ചേരുമ്പോൾ ഫൈലം, ബോട്ടണിയിൽ ഇറ്റ് ഈസ് കോൾഡ് ഡിവിഷൻ, ഇത് ഒരുമിച്ച് ചേരുന്നതാണ് കിങ്ഡം. അറിയാലോ മനുഷ്യന്റെ ടാക്സോണമിക് ഹൈറാർക്കി. കിങ്ഡം അനിമേലിയ, ഫൈലം കോഡേറ്റ, ക്ലാസ് മമേലിയ, ഓർഡർ പ്രൈമേറ്റ, ഫാമിലി ഹോമിനിഡെ, ജീനസ് ഹോമോ, സ്പീഷീസ് സാപ്പിയൻസ്. നോൺ കോഡേറ്റയിൽ നിന്ന് ആരാളുള്ളത്? ഹൗസ് ഫ്ലൈ, അതും കിങ്ഡം അനിമേലിയ, ഫൈലം ആർത്രോപോഡ, ക്ലാസ് ഇൻസെക്ട, ഓർഡർ ഡിപ്റ്റിറ, ഫാമിലി മസ്ക വരുമ്പോൾ മസ്കിഡെ, സോ മസ്ക ഡൊമസ്റ്റിക്ക, ഹൗസ് ഫ്ലൈ. പിന്നെ മോണോകോട്ട് പ്ലാന്റ് ആരായിരുന്നു? ട്രിറ്റിക്കം ഏസ്റ്റിവം, അതാണ് ഏതാ? നമ്മുടെ വീറ്റ് പ്ലാന്റ്. ട്രിറ്റിക്കം ഏസ്റ്റിവം എന്ന് പറയുന്ന വീറ്റ് പ്ലാന്റ് കിങ്ഡം. പ്ലാന്റ് ഡിവിഷൻ ആൻജിയോസ്പേമെ, പുഷ്പിക്കുന്ന ചെടികൾ, ക്ലാസ്. മോണോകോട്ടിലിഡിനെ ഓർഡർ. പോയേൽസ് ഫാമിലി, പൊയേസിയ ജീനസ്, ട്രിറ്റിക്കം സ്പീഷീസ് ഏസ്റ്റിവം. ഡൈക്കോട്ടിന്ന് മാഞ്ചിഫറ ഇൻഡിക്ക മാംഗോ ട്രീ, അതും കിങ്ഡം പ്ലാന്റ്. ഡിവിഷൻ ആൻജിയോസ്പേമ തന്നെ, ക്ലാസ് ഡൈക്കോട്ടിലിഡിനെ, ഓർഡർ സാപ്പിൻഡേൽസ് ഫാമിലി. അനാകാർഡിയസി ദെൻ മാഞ്ചിഫറ ഇൻഡിക്ക. അത് നോക്കിയിട്ട് പോവാ. ടാക്സോണമിക് എയ്ഡ്സ്, ദ പ്രൈം സോഴ്സ് ഓഫ് ടാക്സോണമിക് സ്റ്റഡി ഏതാ? കളക്ഷൻ ഓഫ് ആക്ച്വൽ സ്പെസിമെൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ. പിന്നുള്ളത് ഏതിനകത്താണ് പ്ലാന്റ് പാർട്സ് ആർ ഡ്രൈഡ്, പ്രസ്ഡ് ആൻഡ് പ്രിസേർവ്ഡ് ഓൺ ഷീറ്റ്സ് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഹെർബേറിയം. എവിടെയാണ് ലൈവ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ആർ പ്രിസേർവ്ഡ് ചോദിച്ചാൽ ബൊട്ടാണിക്കൽ ഗാർഡൻ. ആദ്യത്തതും പഴക്കമുള്ളതും വലുതും ക്യൂ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇന്ത്യയിലത് NBRI, നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നുള്ളത് ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ഹൗറ, കൽക്കട്ട. പിന്നെ ലൈവ് ആനിമൽസിനെ പ്രിസർവ് ചെയ്യുന്നത് സുവോളജിക്കൽ പാർക്ക്. പ്ലാന്റ് സ്പെസിമെൻസ് ആണ്, അനിമൽ സ്പെസിമെൻസ് ആണ് പ്രിസർവ് ചെയ്യുന്നതെങ്കിൽ ബയോളജിക്കൽ മ്യൂസിയം. അതിനകത്ത് ഇൻസെക്ട്സിനെ പ്രിസർവ് ചെയ്യുന്നത് ഇൻസെക്ട് ബോക്സസ്. ക്ലിയർ? ഇൻസെക്ട്സ് ആർ പ്രിസർവ്ഡ് ഇൻ ഇൻസെക്ട് ബോക്സസ്. പിന്നെ വലിയ മാമൽസ്, ബേർഡ്സ് ആരാണെങ്കിലും ദേ ആർ സ്റ്റഫ്ഡ് ആൻഡ് പ്രിസർവ്ഡ്. ബാക്കി ഏത് ജീവജാലങ്ങളാണെങ്കിലും ദേ ആർ കളക്റ്റഡ് ഇൻ കണ്ടെയ്നർ വിച്ച് ക്യാരി പ്രിസർവേറ്റീവ് മീഡിയം. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇവിടെ പിന്നുള്ളത് ബേസ്ഡ് ഓൺ കൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ജനറലി സീൻ ഇൻ എ പെയർ, അതാണ് ടാക്സോണമിക് കീ. കേട്ടല്ലോ, പെയർഡ് കൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ഈസ് കോൾഡ് കപ്പിൾ. ഈച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് നോൺ ആസ് എ ലീഡ്. അപ്പൊ ഇത് പറഞ്ഞു. 19 the different parts of alimentary canal of cockroach is listed below. Arrange them in a sequential order of food passing through them. അപ്പൊ ആദ്യം മൗത്ത്, then buccal cavity, then pharynx, esophagus. ഈ പറഞ്ഞ മൗത്ത് ഇല്ല, ബക്കൽ ക്യാവിറ്റി ഇല്ല, ഫാരിങ്സ് ഇല്ല. സോ ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ഈസോഫാഗസ്. ഈസോഫാഗസ് ലീഡ്സ് ടു ക്രോപ്പ്, ദെൻ ടു ഗിസാർഡ്. പിന്നുള്ളത് മിഡ് ഗട്ട്, അത് ഇവിടെ തന്നില്ല. പിന്നെ ഹൈൻ ഗട്ടിന്റെ ആദ്യത്തെ പാർട്ട് ഇലിയം, ദെൻ കോളൻ, റെക്ടം, ഏനസ്. അപ്പം ഇതിനകത്തുള്ള പാർട്സ് എടുക്കുക. ഈസോഫാഗസ്, ക്രോപ്പ് ഓർമ്മണ്ടല്ലോ, ഓരോന്നിന്റെ റോൾ അറിഞ്ഞിരിക്കുക. ക്രോപ്പിന്റെ റോൾ എന്താ? സ്റ്റോറേജ് ഓഫ് ഫുഡ്. ഗിസാർഡ് ഗ്രൈൻഡിങ് ഓഫ് ഫുഡ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്രോവെൻട്രിക്കുലസ്. പിന്നെ ഇവിടെ അറിയാമല്ലോ
ഈ ജംഗ്ഷനിൽ മിഡ്ഗട്ട് തുടങ്ങുന്ന അവിടെ ഗിസാഡിന്റെ താഴെ കാണുന്ന 6 to 8 ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഈസ് കോൾഡ് ഹെപ്പാറ്റിക് സീക്ക വിച്ച് പ്രൊഡ്യൂസ് ഡൈജസ്റ്റീവ് എൻസൈം. മിഡ്ഗട്ടി വെച്ചാണ് ഫൈനൽ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ നടക്കുന്നത്. ഇലിയം മെലിഞ്ഞിട്ടുള്ള ഭാഗം, അവിടെ നിന്ന് അറൈസ് ചെയ്യുന്ന 100 മുതൽ 150 വരെ മഞ്ഞ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിന്റെ പേരാണ് മാൽപീജിയൻ ട്യൂബ്യൂൾ. കൺസേൺ വിത്ത് എക്സ്ക്രീഷൻ. കോളൻ ഫീക്കസ് ഫോർമേഷൻ. റെക്ടം സ്റ്റോറോസ് ഓഫ് ഫീക്കസ്, അത് വെളിയിലേക്ക് പോകുന്നത് എന്തിലൂടെ? ഏനസിലൂടെ. അത് പേജ് നമ്പർ 113 113 പേജിലെ പടം നോക്കി പഠിക്കുക. 112 മൗത്ത് പാർട്സ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. നെർവസ് സിസ്റ്റം നോക്കിയിട്ടേ പോകാവൂ. ഈ പരീക്ഷയ്ക്ക് അതൊക്കെയാണ് ഉള്ളത്. പിന്നെ മോർഫോളജി നോക്കിയിട്ട് പോവാം. ഓക്കെ, ദെൻ നെക്സ്റ്റ്. ദ ആക്ഷൻ ഓഫ് ഡിഫറെന്റ് എൻസൈംസ് പ്രസന്റ് സക്കസ് ആൻഡ് റിക്കസ്. അറിയാലോ, intestinal glands are collectively known as crypts of Libercule. Their secretion is called succus entericus. അത് കംപ്ലീറ്റ് ചെയ്യാൻ ഡൈപെപ്റ്റൈഡ്സ്, അതിനെ അമിനോ ആസിഡ്സ് ആക്കുന്നത് ആരാ? ഡൈപെപ്റ്റിഡേസ്. 165 പേജിലായിട്ട് ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്, നോക്കിയിട്ട് പോവുക. മനസ്സിലായല്ലോ? ഡൈപെപ്റ്റൈഡ് 165 അല്ല 265. ഓക്കെ, ഡൈപെപ്റ്റിഡേസ് കൺവേർട്സ് ഡൈപെപ്റ്റൈഡ്സ് ടു അമിനോ ആസിഡ്. മാൾട്ടേസിനെ ഞാനൊരു കോഡ് തന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ? മീൻ സ്റ്റാൻഡേർഡ് ലെങ്ത് എന്തായിരുന്നു? മാൾട്ടോസ്, സൂക്രോസ്, ലാക്ടോസ്. ഇവർ 3 പേരും ഡൈസാക്രൈഡ് ആണ്. ഡൈസാക്രൈഡ് ഈസ് ഫോംഡ് ബൈ കോമ്പിനേഷൻ ഓഫ് 2 മോണോസാക്രൈഡ്. അപ്പം മാൾട്ടോസിന്റെ 2 മോണോസാക്രൈഡ്, 1 ഗ്ലൂക്കോസ് ആണ്. സൂക്രോസിന്റെ 1 ഗ്ലൂക്കോസ് ആണ്. ലാക്ടോസിന്റെ 1 ഗ്ലൂക്കോസ് ആണ്. കേട്ടല്ലോ? ഇതേപോലെ ഞാൻ തന്നിട്ടുണ്ട്. പിന്നെ എക്സോസ് ഷുഗർ 3 ഉള്ളത്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്. നിങ്ങളുടെ ഫെമിലിയാരിറ്റി ഓർഡർ എപ്പോഴും ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആണ്. അപ്പൊ അടുത്തത് എന്ത് കൊടുക്കാം? ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസ്, സൂക്രോസ്. ഗ്ലൂക്കോസ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫെമിലിയർ ഫ്രക്ടോസ്, ഗ്ലൂക്കോസ് കഴിഞ്ഞാൽ പിന്നെ ഫെമിലിയർ ഫ്രക്ടോസ്, അത് കഴിഞ്ഞിട്ട് ഗാലക്ടോസ്. കണ്ടോ? മാൾട്ടോസ്, MSL മീൻ സ്റ്റാൻഡേർഡ് ലെങ്ത്. ആ കോഡ് ഓർത്തിരിക്കുക. Maltase converts maltose to 2 molecules of glucose. Sucrase converts sucrose to 1 glucose and 1 fructose. Lactase converts lactose to 1 glucose and 1 galactose. Clear ആണേ? സംശയമില്ലല്ലോ? ദാ എല്ലാം ഉണ്ട്. ആൻസേഴ്സ് നോക്കി എഴുതുക. 21. Kidneys are the main excretory organ in human body. Name the structural and functional unit of kidney. പറയേണ്ട കാര്യമെല്ലാം മാറി. ന്യൂറോൺ എഴുതി വെക്കരുത്. It is nephron. List out 3 main processes of urine formation. അറിയാലോ? ഈച്ച് കിഡ്നി ഈസ് ഫോംഡ് ഓഫ് അബൌട്ട് 1 million നെഫ്രോൺ. അറിയാലോ? അതിനകത്ത് നെഫ്രോണിന്റെ പാർട്ട് ഓർത്തിരിക്കുക. ഇങ്ങനെ വരുന്ന റീജിയൻ ബൊമാൻസ് ക്യാപ്സ്യൂൾ. അറിയാലോ? ബൊമാൻസ് ക്യാപ്സ്യൂളിനകത്ത് ഇതേപോലെ ബ്ലഡ് കാപ്പിലറി നെറ്റ്വർക്കും കൂടെ കാണും. ഇത് രണ്ടും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരെന്താ? ഇവിടെ ഒരു അഫറന്റ് ആർട്ടീരിയോൾ, ഇത് എഫറന്റ് ആർട്ടീരിയോൾ, ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേര് മാൽപീജിയൻ ബോഡി. മറക്കരുത്. ഓർ നോണസ് റീനൽ കോർപ്പസിൽ ഓർ മാൽപീജിയൻ കോർപ്പസിൽ. മനസ്സിലായല്ലോ? പേജ് നമ്പർ 293 റേഞ്ച് ആ ഭാഗങ്ങളിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ 3 സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഗ്ലോമലാർ ഫിൽട്രേഷൻ ഓർ അൾട്രാ ഫിൽട്രേഷൻ ഓർ പ്രഷർ ഫിൽട്രേഷൻ. രണ്ടാമത്തത് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കോൾഡ് ട്യൂബുലാർ സെക്രീഷൻ ഓർ ഓഗ്മെന്റേഷൻ. അങ്ങനെ 3 സ്റ്റെപ്സ് ആണ് യൂറിൻ ഫോർമേഷനകത്തുള്ളത്. ഓക്കെ, നോക്കിയിട്ടേ പോകാവൂ. പിന്നെ in a classroom discussion as students said that proteins are homopolymer. Do you agree with this statement? Same question നമ്മുടെ മോഡലിൽ ഉണ്ടായിരുന്നു. No, proteins are called heteropolymer. പേജ് നമ്പർ 150 പഴയ ടെക്സ്റ്റിനകത്ത് പടം കൊടുത്തിട്ടുണ്ട്. ഒരു പ്രോട്ടീന്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അതുണ്ടാക്കിയിരിക്കുന്നത് സെറിൻ, സിസ്റ്റിൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, ടൈറോസിൻ. ഒരു ഭാഗം എൻലാർജ് ചെയ്തപ്പോൾ ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് 4 different types of amino acid. ഇപ്പൊ നമ്മൾ 148 പേജിൽ ഗ്ലൈക്കോജന്റെ പടമുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ അവിടെ കാണുന്നത് റിപ്പീറ്റഡ് യൂണിറ്റ്സ് ഓഫ് ഗ്ലൂക്കോസ്. സെല്ലുലോസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലൂക്കോസ് കൊണ്ട് മാത്രം. ഫ്രക്ടോസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാ? ഫ്രക്ടോസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സാധനം ഇനുലിൻ. മറക്കരുത്, ഇനുലിൻ എന്ന പോളിസാക്രൈഡ് ഈസ് ഫോംഡ് ഓഫ് ഫ്രക്ടോസ്. സ്റ്റാർച്ച് ഗ്ലൂക്കോസ് കൊണ്ട് മാത്രം. കൈറ്റിൻ ഇറ്റ് ഈസ് എ കോംപ്ലക്സ് ഹോമോപോളിസാക്രൈഡ്. അത് ഹെറ്ററോ എന്ന് പഴയ ടെക്സ്റ്റ് ഉണ്ട് 4 കൊല്ലം മുമ്പ്. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ കോംപ്ലക്സ് homopolysaccharide made up of monomeric unit called N-acetyl glucosamine. മറക്കരുത്. ക്ലിയർ? അപ്പം പറഞ്ഞു വന്നത് എന്തായിരുന്നു? യെസ്, അവരെല്ലാം ഹോമോപോളിസാക്രൈഡ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ബിക്കോസ് ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് മോണോമർ.
അവർക്കിടയിലുള്ള ബോണ്ടിന്റെ പേര് മറക്കരുത്, ഗ്ലൈക്കോസിഡിക് ബോണ്ട്. പ്രോട്ടീനിടയിലുള്ള ബോണ്ട് അല്ലെങ്കിൽ അമിനോ ആസിഡിനിടയിലുള്ള ബോണ്ട് പെപ്റ്റൈഡ് ബോണ്ട്. ഇനി DNA-ക്കകത്ത് നൈട്രജൻ ബേസിനിടയിലുള്ള ബോണ്ട് മറക്കരുത്, അഡിനിനും തൈമിനും ഇടയിൽ വീക്ക് ഡബിൾ ഹൈഡ്രജൻ ബോണ്ട്, ഗോനിനും സൈറ്റോസിനും ഇടയിൽ വീക്ക് ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ട്. ഈ നൈട്രജൻ ബേസിനും ഷുഗറിനും ഇടയിലുള്ളത് ഗ്ലൈക്കോസിഡിക് ബോണ്ട്, ഇത് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഇനി ഷുഗറിനും ഫോസ്ഫേറ്റിനും ഇടയിലുള്ളത് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ഓർ ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട്. ബോണ്ടുകൾ നോക്കിയിട്ടേ പോകാവൂ. ബയോമോളിക്യൂൾസ് ബോണ്ടിങ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അപ്പം എഗ്രി ചെയ്യുന്നില്ല, നോ ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്. പ്രോട്ടീൻസ് ആർ heteropolymers because it is made up of different types of amino acid. Name the most abundant protein exists in animal world. സെയിം ക്വസ്റ്റ്യൻ നമ്മുടെ മോഡൽ 1 മാർക്കിന് ചോദിച്ചതാ, അതോ സീരീസ് എക്സാം ആണെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ പറയാത്ത ഒരു ചോദ്യങ്ങളും ഇല്ല ഇതിൽ. ഓക്കെ, ഇറ്റ് ഈസ് കൊളാജൻ. ഇനി ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിലോ, നെയിം ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ദ യൂണിവേഴ്സ് ചോദിച്ചാൽ ഇറ്റ് ഈസ് ആൻ എൻസൈം പ്രസന്റ് ഇൻ പ്ലാന്റ്സ് കോൾഡ് റുബിസ്കോ. ഓക്കെ, 23. അറേഞ്ച് ദ ഫോളോയിങ് വേർഡ്സ് ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ അക്കോർഡിംഗ് ടു ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട് വേവ്. അതും നമുക്ക് സിലബസിൽ ആ മൂവ്മെന്റ് പറഞ്ഞില്ല, പക്ഷെ ഞാൻ പഠിപ്പിച്ചപ്പോൾ വ്യക്തമായിട്ട് മൂവ്മെന്റ് പറഞ്ഞു. ആരാ ഇത് പിടിച്ചെടുക്കുന്നത്? ഇയർ ഡ്രം. ഇറ്റ് ലീഡ്സ് ടു എക്സ്റ്റേണൽ ഓഡിറ്ററി മീറ്റേഴ്സ്, നോട്ട് ഇയർ ഡ്രം, ദിസ് ഈസ് ഇയർ ലോബ്. തെറ്റിപ്പോയി, പിന്ന ഓർ ഇയർ ലോബ്. അത് പിടിച്ചെടുക്കും. അത് എക്സ്റ്റേണൽ ഓഡിറ്ററി മീറ്റേഴ്സിലൂടെ എങ്ങോട്ടേക്ക് വരും? ഇയർ ഡ്രം. ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യും. അത് മാലിയസിന് കിട്ടും. മാലിയസ് ഇംഗസിന് കൊടുക്കും. ഇംഗസ് സ്റ്റേപ്പിസിന് കൊടുക്കും. സ്റ്റേപ്പിസ് ഓവൽ വിൻഡോയുടെ മെംബ്രെയിന് കൊടുക്കും. അവിടെ നിന്ന് അവസാനം അത് ചുറ്റിക്കറങ്ങി, അറിയാമല്ലോ, വെസ്റ്റിബുലാർ കനാലിലൂടെ വന്ന് അത് ടിംബാനിക് കനാലിലെത്തി. ടിംബാനിക് കനാലിനെ ആ കോക്ലിയർ കനാലുമായി സെപ്പറേറ്റ് ചെയ്യുന്ന ബെസിലാർ മെംബ്രെയിനിൽ ആ വൈബ്രേഷൻ കിട്ടും. അപ്പൊ പറയേണ്ട ഓർഡർ എന്ന് പറയുന്നത് നോക്കുക: ഇയർ ഡ്രം, ഇയറോസിക്കൽ, ഓവൽ വിൻഡോ, ബെസിലാർ മെംബ്രെയിൻ. 2 മാർക്സ് ക്വസ്റ്റ്യൻ. ഒന്നുമില്ല, കറക്റ്റ് ഓർഡറിൽ ആ 4 വാക്ക് എഴുതിയാൽ 2 മാർക്ക്. അടുത്തത്, an endocrine gland which has a major role in the development of immune system and is degenerate in aged individual. Identify the endocrine gland. പറഞ്ഞു, are a thymus gland. It is called juvenile gland or known as infant gland. It is active in young age, infant childhood period. വലിയവരിൽ ഇമ്മ്യൂണിറ്റി ക്ഷയിക്കാൻ കാരണം ഇത് ഡീജനറേറ്റ് ചെയ്യുന്നതാണ്. അറിയാമല്ലോ, പറഞ്ഞു, തൈമസ് ഗ്ലാൻഡ്. Identify the endocrine gland. Name the hormone thymosin, otherwise called thymopoietin. It helps in differentiation of T lymphocytes. Then next, അപ്പം അത്രയും ഭാഗത്തോടു കൂടി നമ്മുടെ 2 മാർക്സ് ക്വസ്റ്റ്യൻ തീർന്നു. 3 മാർക്സ് ക്വസ്റ്റ്യൻ. Answer any 3 questions from 25 to 30. Each carries 3 score. Observe the graph and write answer for the following question. അറിയാമല്ലോ, ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന 2 രീതിയിൽ. സിമ്പിൾ ഡിഫ്യൂഷൻ വിത്ത് പ്ലാസ്മ വാട്ടർ 3%. 97% is transported in the form of oxyhemoglobin. അവിടെ ഓക്സിജൻ, ഹീമോഗ്ലോബിൻ, ഒരു മോളിക്യൂൾ, 4 മോളിക്യൂൾ ഓക്സിജൻ, 1 മോളിക്യൂൾ ഹീമോഗ്ലോബിനുമായി കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറും? ഓക്സി ഹീമോഗ്ലോബിൻ ആകും. മനസ്സിലായല്ലോ? ഇതിന് പറയുന്ന പേരാണ് ഓക്സിജനേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ. മനസ്സിലായോ? ഇതിന് വേണ്ട ഫാക്ടേഴ്സ് 4 ഫാക്ടേഴ്സ് ഉണ്ട്. ഏതാ? ഹൈ PO2, high partial pressure of oxygen, low partial pressure of carbon dioxide, low temperature, low H+ concentration. മനസ്സിലായോ? ഇതിന് ഇതെവിടെ വെച്ചാൽ നടക്കുക? അസോസിയേറ്റ് ചെയ്യുന്നത് ലങ്സിൽ വെച്ച്, ഇത് ഡിസോസിയേറ്റ് ചെയ്യുന്നത് ടിഷ്യൂ വെച്ച്. അപ്പം അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ചോദിച്ചാൽ ഇത് നേരെ തിരിക്കുക. ലോ PO2, ഹൈ PCO2, ഹൈ ടെമ്പറേച്ചർ, ഹൈ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ. നെയിം ഓഫ് ഗ്രാഫ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. അപ്പൊ ചോദിക്കാം, എക്സ് ആക്സിസിൽ വൈ ആക്സിസ് ഒഴിച്ചിട്ട് തരാം. എക്സ് ആക്സിസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, വൈ ആക്സിസിൽ പെർസെന്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ. നമ്മുടെ ചോദ്യം വരുന്നത് സീരീസ് എക്സാം, അറിയാമല്ലോ. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അഫക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ പോസിറ്റീവോ നെഗറ്റീവോ ഒന്നും മെൻഷൻ ചെയ്യാത്തപ്പം നിങ്ങൾക്ക് ഈ ഐ ലോ എന്നുള്ളത് അങ്ങ് കളയാം. അപ്പോൾ സിമ്പിൾ ആയിട്ട് യു ക്യാൻ റൈറ്റ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, partial pressure of carbon dioxide, temperature and hydrogen ion concentration. കേട്ടല്ലോ? അടുത്ത 3 മാർക്കിന് in the following chart A, B, C and D represents brain. നോക്കുക, A അറിയാം, forebrain. അടുത്ത mid brain, hind brain. Forebrain ന്റെ parts is cerebrum, thalamus, hypothalamus. Cerebrum is the largest and
മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട്, കൺട്രോൾ ഓൾ അവർ സെൻസസ്, ലേണിംഗ്, ഇന്റലിജന്റ്, മെമ്മറി, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആളാണ് സെറിബ്രം. തലാമസ് ആണ് റിലേ സെന്റർ ഓഫ് ഇമ്പൾസ്. ഹൈപ്പോതലാമസിന്റെ റോൾ മറക്കരുത്. ടെമ്പറേച്ചർ റെഗുലേഷൻ, ഹങ്കർ, തേസ്റ്റ്, സ്ലീപ്പ്, വേക്ക് സൈക്കിൾ അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ സെക്ഷൽ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓൾസോ ഹൈപ്പോതലാമസ് സെക്രീറ്റ്. അപ്പൊ ബി വന്നേക്കുന്നത് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ഓൾസോ സെക്രീറ്റ് റിലീസിംഗ് ഹോർമോൺ, ഇൻഹിബിറ്റിംഗ് ഹോർമോൺ, ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. മിഡ് ബ്രെയിൻ കോർപ്പോറ ക്വാഡ്രിജെമിന അറിയാലോ. അഡീഷണൽ ആയിട്ട് വിഷൻ ആൻഡ് ഹിയറിംഗിന് സഹായിക്കും. 4 ലോബാണ്. അതിന്റെ നടുക്കൂടെ പോകുന്ന ഡക്റ്റാണ് സെറിബ്രൽ അക്വാഡക്ട്. ഈ മിഡ് ബ്രെയിനെ മൈൻഡ് ബ്രെയിനെയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് ബ്രെയിൻ സ്റ്റം. മൈൻഡ് ബ്രെയിന്റെ പാർട്സ് ആണ് ഏതൊക്കെ? പോൺസ് വറോളി, മെഡുല്ല ഒബ്ലൈംഗേറ്റ ആൻഡ് സെറിബെല്ലം. സെറിബെല്ലം ആണ് along with our 3 semicircular canal. It control our correct body posture and equilibrium. Name the tract of nerve fiber which help to connect the 2 cerebral hemisphere. ഒരു മാർക്കിന് ചോദിച്ചതാ. 2 cerebral hemisphere തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ബാൻഡ് ഓഫ് nerve fibers is called corpus callosum. അപ്പൊ ഈ 4 പാർട്സിന് 1/2 മാർക്ക് വീതം 2 മാർക്ക്. കോർപ്പസ് കലോസം വിട്ടുപോകരുത്. ബി പാർട്ട് കോർപ്പസ് കലോസം എഴുതിയാൽ 1 മാർക്ക് കൂടെ കിട്ടും. ഓക്കെ. ദെൻ 27 ഐഡന്റിഫൈ ദ ക്ലാസ് എൻസൈം വിച്ച് ഡസ് ദ ഫോളോയിങ് കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. എൻസൈമിനെ IUB ഇന്റർനാഷണൽ യൂണിറ്റ് ഫോർ ബയോകെമിസ്ട്രി 6 ആയിട്ട് തരംതിരിച്ചു. ഓക്സിഡോ റിഡക്ടേഴ്സ് അതർവൈസ് കോൾഡ് ഡീഹൈഡ്രോജിനേസ്. ഓക്സിഡേഷനെ റിഡക്ഷനെ ഫേവർ ചെയ്യും. ഇതാണ് ആ കാറ്റഗറി. പിന്നെ അടുത്തത് ട്രാൻസ്ഫർ ഓഫ് വൺ ഗ്രൂപ്പ് ഫ്രം വൺ സബ്സ്ട്രേറ്റ് ടു അനദർ. അതാണ് ട്രാൻസ്ഫറേസ്. ഒരാൾ അതിന്റെ ഐസോമർ ആക്കുന്നത് ഐസോമറേസ്. വാട്ടർ ആഡ് ചെയ്ത് വലിയ മോളിക്യൂൾസിനെ ചെറിയ മോളിക്യൂൾ ആക്കിയാൽ ഹൈഡ്രോളേസ്. വാട്ടർ ആഡ് ചെയ്യാതെ ബ്രേക്ക് ഡൗൺ ചെയ്താൽ അവരുടെ പേരാണ് ലയേസ്. ജോയിനിങ് ചെയ്യുന്ന എൻസൈമിന്റെ പേരാണ് ലിഗേസ്. അവിടെ പ്രധാനമായിട്ട് നോക്കേണ്ടത് കൊഫാക്ടർ, കോഎൻസൈം, പ്രോസ്പെറ്റിക് ഗ്രൂപ്പ്, സിങ്ക് ഈസ് ദ മെറ്റൽ അയൺ ഓഫ് കാർബോക്സിപെപ്റ്റിഡേസ്. അത് നോക്കുക ലാസ്റ്റ് തന്നിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഇത് ഓക്സിഡോ റിഡക്ടേഴ്സ്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് എൻസൈം ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആ ഗ്രാഫ് ഉൾപ്പെടെ നോക്കിയിട്ട് പോവുക. ടെമ്പറേച്ചർ, pH ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്. എലിമെന്ററി കനാൽ ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ കണ്ടോ. മറ്റോടത്ത് വന്ന ഓർഡറിൽ എഴുതാൻ. ലേബൽ ദ പാർട്സ് ഐഡന്റിഫൈഡ് ആസ് A, B, C ആൻഡ് D. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് C. A എന്തായിരുന്നു? ക്രോപ്പ്. B എന്തായിരുന്നു? ഗിസാർഡ്. C ഹെപ്പാറ്റിക് CK. D എന്താ? മാൽപീജിയൻ ട്യൂബ്യൂൾ. മനസ്സിലായല്ലോ. ഇതിനകത്ത് ആരുടെ ഫംഗ്ഷനാ ചോദിച്ചേക്കുന്നത്? C. നേരത്തെ ഞാൻ പറഞ്ഞു ഹെപ്പാറ്റിക് CK helps to secrete digestive enzyme. ഇനി ഡിയുടെ ഫംഗ്ഷൻ ചോദിച്ചാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ എക്സ്ക്രീഷൻ, മാൽപീജിയൻ ട്യൂബ്യൂൾ. ദെൻ 29 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏനാഥ, ഇവിടെ നാദോസ്റ്റൊമാറ്റ, ഒറ്റ ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ, ഇവിടെ പിസസ്, ടെട്രാപോഡ, കോൺട്രക്റ്റിസ്, ഓസ്റ്റിക്തിസ്, ആംഫിബിയ കഴിഞ്ഞ് റെപ്റ്റീലിയ, ഏവ്സ് കഴിഞ്ഞ് മെമ്മേലിയ. 6 ഡാഷ്. ഓരോ ഡാഷിനും 1/2 മാർക്ക് വീതം. അങ്ങനെ 3 മാർക്സ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Match the term in column A with those in column B and C. Blood group, antigen on RBC. അറിയാലോ. Then antibody in plasma. Symbol. A group has antigen on RBC. മാച്ച് ചെയ്യാനോ ചോദിച്ചേക്കുന്നു. ഓക്കെ, ഞാൻ കരുതി വിട്ടുപോയത് ഫില്ല് ചെയ്യാനോ. ഓക്കെ. ഇപ്പൊ A ആന്റിജൻ A, ആന്റിബോഡി B. ABക്ക് ബോത്ത് ആന്റിജൻ A and B, ആന്റിബോഡി nil. O group has നോ ആന്റിജൻ നിൽ. ശരിയല്ലേ? ഓ ഗ്രൂപ്പിന് ആന്റിജൻ ഒന്നുമില്ല, 2 ആന്റിബോഡിയും പ്രസന്റ് ആണ്. കേട്ടല്ലോ. അതായത് ഏകദേശം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്നാലും നമ്മൾ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ. റിഫ്ലക്സ് ആർക്ക് ഉണ്ട്, അതേപോലെ ന്യൂറോണിന്റെ സ്ട്രക്ചർ ഉണ്ട്, സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട്, എൻഡോക്രൈൻ ഗ്ലാൻഡിൽ എല്ലാം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്ക്രീഷൻ, റാസ്, ADHന്റെ റോൾ, ANF, പിന്നെ ഡിസോർഡേഴ്സ് എല്ലാം നോക്കിയിട്ടേ പോകാവൂ. ഫിസിയോളജിയിൽ ലാസ്റ്റ് കിടക്കുന്ന എല്ലാ ഡൈജസ്റ്റീവ് ഡിസോർഡർ, റെസ്പിറേറ്ററി ഡിസോർഡർ, അതേപോലെ മൈസ്തീനിയ ഗ്രാവിസ്, മസ്കുലാർ ഡിസ്ട്രോഫി, ടെറ്റനസ്, പിന്നെ സ്കെൽറ്റൽ ഡിസോർഡർ ഏതൊക്കെ? ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓർ ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപോറസിസ്, അതേപോലെ ഗൗട്ട്, അതെല്ലാം നോക്കിയിട്ടേ പോകാവൂ. മനസ്സിലായല്ലോ. അപ്പം ആദ്യത്തെ ആ പോർഷൻസ് ഒരുമാതിരിപ്പെട്ട എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. മസ്കുലാർ ടിഷ്യൂ 3 ടൈപ്പ്. ഡയഗ്രാം 105-ാമത്തെ പേജിലെ ഡയഗ്രാം 3 നോക്കിയിട്ട് പോവുക. പിന്നെ കോക്രോച്ചും നെർവസ് സിസ്റ്റം കൂടെ നോക്കുക. പടമില്ല. മൗത്ത് പാർട്സ് നോക്കിയിട്ട് പോവുക. റെസ്പിറേഷൻ, റെസ്പിറേറ്ററി വോളിയം, റെസ്പിറേറ്ററി കപ്പാസിറ്റി നോക്കുക.
പിന്നെ ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ ആ പടം തന്നിട്ട് ചോദിക്കാം, അത് നോക്കുക. ഡിഫറൻസസ് സഹിതം നമ്മൾ പഠിച്ചതാണ്. സർക്കുലേഷൻ, ബ്ലഡിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസ്, അതിനകത്ത് ഹാർട്ട് ഓഫ് ഹാർട്ട് എസ് എ നോഡ് നോക്കുക. പേസ് മേക്കർ നോഡൽ ടിഷ്യൂ അത് നോക്കുക. പിന്നെ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് മസിൽ കൺട്രാക്ഷൻ ഒക്കെ ലാസ്റ്റ് പറഞ്ഞു തന്നത്. ആക്ടിൻ മയോസിൻ ഫിലമെന്റിന്റെ സ്ട്രക്ചർ നോക്കുക, മസിൽ കൺട്രാക്ഷന്റെ സ്റ്റെപ്സ് നോക്കിയിട്ട് പോവാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഒന്ന് വൃത്തിയായിട്ട് ഒരിക്കൽ കൂടെ നോക്കിയാൽ തീർച്ചയായിട്ടും ഫുൾ മാർക്ക് അല്ല, അതിനപ്പുറവും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ബൈ.